Hello. റേസിൻ്റെ JEE and game സെഷൻസിൻ്റെ ഫിസിക്സിൻ്റെ ആദ്യത്തെ ഡിസ്കഷൻ സെഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കും. ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 and 2, കറണ്ട് ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ഇത്രയും ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഭാഗത്താണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് എനി മോർ ടൈം. വിൽ സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻസ്. നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Two identical tennis balls, each having mass m and charge q, are suspended from a fixed point by threads of length L. What is the equilibrium separation when each thread makes a small angle theta with the vertical? Now, this small angle ennulla portion but വളരെ relevant ആണ്. അതൊന്ന് മനസ്സിലാക്കുക. We'll do this question. നോക്കൂ, ഇത് ഒരു point of suspension ആണ്. ഇവിടെ നമ്മൾ രണ്ട് ടെന്നീസ് ബോൾസ് ഹാങ് ചെയ്തിട്ടുണ്ട്. This is one of them. This is the other one. നോക്കൂ, ഓരോന്നും ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റഡ് രണ്ടും നോക്കേണ്ട കാര്യമില്ല. ഒരാൾ ഇക്വിലിബ്രിയത്തിലാണ്, സിമെട്രി ഉണ്ട്, ഒരു സൈഡ് സോൾവ് ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ ഫസ്റ്റ് തിങ് ടു റിമെമ്പർ ഹിയർ ഇസ് ദാറ്റ് ഇതിന് ഇയാളുടെ വെയിറ്റ് താഴത്തേക്ക് ഉണ്ടാവും. ടെന്നീസ് ബോളിൻ്റെ മാസ് എം എന്ന് പറഞ്ഞിട്ടുണ്ട്. mg സ്വാഭാവികമായിട്ടും താഴത്തേക്ക് ഉണ്ടാവും. ആൻഡ് ഇവിടെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ നോക്കൂ, ഈ സെപ്പറേഷൻ എക്സ് ആണെന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ആ എക്സ് എന്നുള്ള സെപ്പറേഷൻ ഇത് x/2 വരും, ഇത് x/2 വരും. ഇതേവേസ് എക്സിനുള്ള സെപ്പറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും, kq² ഡിവൈഡഡ് ബൈ x². നോക്കൂ, ഇത്രയും ഫോഴ്സസ് ഉണ്ടാവും. ഒപ്പം ഈ സ്ട്രിങ്ങിലെ ടെൻഷൻ T മുകളിലേക്കും ഉണ്ടാവും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ആംഗിൾ തീറ്റയാണ്, ഈ ആംഗിളും ഒബ്വിയസ്ലി തീറ്റയാണ് വരിക. ഇവിടെ T ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങോട്ടൊരു T cos തീറ്റ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ സൈഡിലേക്ക്, ഈ ടെൻഷൻ്റെ ഈ സൈഡിലേക്കുള്ള കോമ്പണൻറ്റ് ഒരു T sin തീറ്റയായിരിക്കും. Now look at this very carefully, even though the diagram is a little crowded. ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കി മനസ്സിലാക്കുക. നോക്കൂ, ഈ T sin തീറ്റ മാച്ച് ചെയ്യുന്നത് kq² by x²നെയാണ്. സോ T sin തീറ്റ മാച്ചസ് വിത്ത് kq² ഡിവൈഡഡ് ബൈ x². ആൻഡ് T cos തീറ്റ മാച്ച് ചെയ്യുന്നത് mgനെയാണ്. T cos തീറ്റ മാച്ചസ് വിത്ത് mg. നോക്കൂ, രണ്ട് ഭാഗവും രണ്ട് ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്യാം. ടിക്ക് നമുക്ക് റെലവൻസ് ഇല്ല, ടി ഇക്വേഷൻ ഉണ്ടാവണമെന്ന് ആവശ്യമില്ല. ടി ഈസ് ലോസ്റ്റ്. ദെൻ വാട്ട് വി ഹാവ് ഫൈനലി ഹിയർ ഈസ്, നമുക്ക് ഇങ്ങോട്ട് എഴുതാം, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു kq² ഡിവൈഡഡ് ബൈ mg x². ഇങ്ങനെയാണ് എക്സ്പ്രഷൻ ഉണ്ടാവുക. നൗ ദാറ്റ് മീൻസ് x² ഇസ് ഈക്വൽ ടു kq² ഡിവൈഡഡ് ബൈ mg ടാൻ തീറ്റ. Now, ഈ ടാൻ തീറ്റ ഇവാലുവേറ്റ് ചെയ്യുന്നതിലാണ് ഈ കാര്യം ഇരിക്കുന്നത്. ദാറ്റ് ഇസ് വെയർ ദിസ് ക്ലോസ് ബിക്കംസ് വെരി റെലവൻറ്റ്. സ്മോൾ ആംഗിൾ എന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോർ സ്മോൾ ആംഗിൾസ് ടാൻ തീറ്റ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സൈൻ തീറ്റ. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൈൻ തീറ്റ ഈ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ദിസ് ഇസ് x/2. ആ ഒരു ചെറിയ ട്രയാങ്കിൾ നോക്കുക, ഇവിടെ x/2 ആണുള്ളത്. ദിസ് ഇസ് തീറ്റ ആൻഡ് ദിസ് ഇസ് L. So opposite side by hypotenuse is x/2 divided by L. So you have x/2L. So sin theta is, or actually sin theta that is equal to tan theta, which we need, is equal to x/2L. Okay? That's what plug in here. So what happens here is x² is equal to kq² divided by mg tan theta ki pagaram I give it as x/2L. x/2L കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം 2L മുകളിലേക്ക് പോവുകയാണ് ചെയ്യുക. ആൻഡ് x വിൽ ബി ഹിയർ. ദാറ്റ് മേക്സ് ഇറ്റ് x³ ഇസ് ഈക്വൽ ടു k എന്നുള്ളതിനെ ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് 1/4πε0 ഇൻറ്റു ദർ ഇസ് q² ഹിയർ ആൻഡ് ദെൻ ദർ ഇസ് 2L ഹിയർ ആൻഡ് അണ്ടർനീത്ത് ദർ ഇസ് mg. നോക്കൂ, ഒരു 2 കട്ട് ചെയ്ത് പോവും. സോ ഫൈനലി വാട്ട് വിൽ ഹാവ് ഇസ് x³ is equal to, നോക്കുക, q² into L divided by, that will be 2π only. ആ 2 cancel ചെയ്ത് പോവും, 4π ആയിട്ട്. You'll have 2πε0 and then you'll have mg there. അപ്പം x സ്വാഭാവികമായിട്ടും വരിക ഇതിൻ്റെ ക്യൂബ് റൂട്ട് ആയിരിക്കും. ലെറ്റ്സ് സീ ഇഫ് ദർ ഇസ് എൻ ഓപ്ഷൻ ഹിയർ which validates our solution, and that would be this one here. q²L by 2πε0 mg raised to 1/3. ഇതാണ് ആൻസർ വരിക. ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയാം. ദിസ് സൊല്യൂഷൻ ഹിയർ, ദാറ്റ് ഈസ് x³ is some constant into q². നോക്കൂ,
ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഇവിടെ ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ക്യൂ സ്ക്വയർ ഇസ് എഗെയിൻ ക്യൂ ഒരു വേരിയബിൾ ആണ്, അതിൻ്റെ അകത്തുള്ള ചാർജ് വേരിയബിൾ ആണ് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഇതൊരു വളരെ യൂസ്ഫുൾ എക്സ്പ്രഷനാണ് കേട്ടോ. വേറൊരു എക്സാമിനേഷന് ദർ വാസ് ആക്ച്വലി എ ക്വസ്റ്റ്യൻ. സോ ബേസിക്കലി ഇവിടെ നമുക്ക് എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു ക്യൂ സ്ക്വയർ എന്ന് പറയാം. മറ്റൊരു എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ക്യൂ ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ ഡ്രെയിൻ ഔട്ടായി പോവുകയാണെങ്കിൽ എത്രയാണ് ഇവർ അപ്രോച്ച് ചെയ്യുന്ന വെലോസിറ്റി, ഈ ബോൾസ് അപ്രോച്ച് ചെയ്യുന്ന വെലോസിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി സ്ട്രക്ചർ അറിയാമെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3x² dx/dt. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു k ഇൻറ്റു 2q dq/dt. dq/dt ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. എഗെയിൻ നേരത്തെ കണ്ട ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ക്യൂവിനെ എക്സിൻ്റെ ടേംസിലേക്ക് എഴുതുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി സോൾവ് ദി ആൻസർ ഹിയർ. നിങ്ങൾക്ക് dx/dt കണ്ടുപിടിക്കാൻ പറ്റും. ദർ ഇസ് അനദർ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കൂടെ എക്സ്റ്റൻഷനിൽ പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാനത് പറഞ്ഞേ ഉള്ളൂ. ജസ്റ്റ് റിമെമ്പർ ദറ്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു. നെക്സ്റ്റ് വൺ. Charge is distributed within a sphere of radius r with a volume charge density rho of r is equal to a by r square e raised to minus 2r by a, where a and small a, capital A and small a are constants. If capital Q is the total charge of this charge distribution, the radius r is. നോക്കൂ, ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബേസിക് എലമെൻ്റ് ആണ്. ഇതിൽ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഫെറിക്കൽ സിമെട്രിയുള്ള, ദിസ് ഇസ് ആക്ച്വലി സ്ഫെറിക്കൽ സിമെട്രി, ഒരു പോയിന്റ് എന്നുള്ള 6 ദൂരത്തിന് വെച്ച് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫെറിക്കൽ സിമെട്രിയുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്നതിൻ്റെ അർത്ഥം. ആ സ്ഫെറിക്കൽ സിമെട്രിയുള്ള ഡിസ്ട്രിബ്യൂഷൻ കാരണം ഒരു റീജിയനിലുള്ള മൊത്തം ചാർജ് കാണുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ട് വരും പല പല പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിൽ സീ ഹൗ വി സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. We have a sphere of say radius capital R. ഞാൻ ഇവിടെ അത് ഡയഗ്രാം മേക്കുകയാണ്. ക്യാപിറ്റൽ R റേഡിയസിൽ ഒരു സ്ഫിയർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് മുഴുവൻ എത്ര ചാർജ് ആണെന്ന് അറിയണം, പ്രൊവൈഡഡ് വി നോ ദ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കൺസിഡർ ദി എൻറ്റയർ സ്ഫിയർ. അതിലുള്ളത് നമുക്ക് വേണ്ടത്, ഞാനൊരു ചെറിയ എലമെൻ്റൽ സ്ഫെറിക്കൽ ഷെൽ എടുക്കും. ആ സ്ഫെറിക്കൽ ഷെൽ ഇസ് ഇൻഫിനിറ്റ്സിമലി തിക്ക്, വളരെ ചെറിയ തിക്നെസ് ഉള്ള ഒരു dx തിക്നെസ് ഉള്ള, നോക്കൂ ഞാനതിവിടെ ഷെയ്ഡ് ചെയ്യുകയാണ്, dx തിക്നെസ് മാത്രമുള്ള ഒരു ഷെല്ല് ഞാൻ എടുക്കും. ആ ഷെല്ലിൻ്റെ റേഡിയസ് x ആയിരിക്കും. ഓക്കെ, ഈ പറഞ്ഞ ചെറിയ എലമെൻ്ററി ഷെല്ലിൻ്റെ അകത്ത്, ആ എലമെൻ്റൽ ആയിട്ടുള്ള ആ ഷെല്ലിൻ്റെ അകത്ത് എത്ര ചാർജ് ഉണ്ടെന്ന് നോക്കും. ദാറ്റ് ഈസ് സിംപ്ലി ഇതിൻ്റെ അകത്തുള്ള ചാർജ് dq എന്ന് വിളിക്കാം നമുക്ക്. ദാറ്റ് dq വിൽ ബി ഈക്വൽ ടു ഇവിടെയുള്ള ഡെൻസിറ്റി, ഇവിടെയുള്ള ചാർജ് ഡെൻസിറ്റി. നോക്കൂ, ഇത് വളരെ ഇൻഫിനിറ്റ്സിമലി തിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ റീജിയനിലൊക്കെ ഏകദേശം ഒരേ ഡെൻസിറ്റി തന്നെയാണ് ഉണ്ടാവുക. ആ ഡെൻസിറ്റിയാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് a/x². നോക്കൂ, ഞാൻ റോവിൻ്റെ അകത്ത് സ്മോൾ ആർ അല്ല കൊടുക്കുന്നത്, എക്സ് ആണ് കൊടുക്കുന്നത്. ബിക്കോസ് ഐ എം ടോക്കിംഗ് അബൌട്ട് എ പോയിന്റ് ദാറ്റ് ഈസ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. a/x² e raised to minus 2x/a വരും. ഇതാണ് ഡെൻസിറ്റി. നോക്കൂ, ഇനി ഈ പറഞ്ഞ ഇൻഫിനിറ്റ്സിമലി തിക്കായിട്ടുള്ള ഷെല്ലിന് എത്ര വോളിയം ഉണ്ട് എന്ന് ആലോചിക്കുക. നോക്കൂ, ഞാൻ ഈ വളരെ തിന്നായിട്ടുള്ള ഈ ഷെല്ലിനെ ബ്രേക്ക് ചെയ്ത് ഫ്ലാറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് എൻ ഏരിയ ഓഫ് 4πx². അത് ആ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ, ആ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സർഫസ് ഏരിയ ആണത്. ആൻഡ് ഇതിൻ്റെ തിക്നെസ് dx ആയതുകൊണ്ട് ഇങ്ങനെ ഒരു പോർഷൻ എനിക്ക് കിട്ടുക. dx തിക്നെസ് ഉള്ള 4πx² വീതിയുള്ള വിസ്തീർണമുള്ള ഒരു ചെറിയ വോളിയം എനിക്ക് കിട്ടുക. ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഏരിയ ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഇസ് 4πx² മൾട്ടിപ്ലൈഡ് വിത്ത് dx. നൗ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ദാറ്റ് ഇസ് ബിക്കോസ് ദർ ഇസ് എൻ അഡ്വാൻറ്റേജ് ഹിയർ. ഒരു മാത്തമാറ്റിക്കൽ അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. ബിക്കോസ് ഈ x² ഇവിടുന്നും കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഇത് ഇൻ്റഗ്രൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു ഫംഗ്ഷനായിട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇൻ്റഗ്രൽ ചെയ്യുന്ന പോലെ ഇത് പ്രോസസ് ചെയ്യേണ്ടി വന്നേനെ. ഇവിടെ ഇഷ്യൂ ഇല്ല. ലെറ്റ് സി വാട്ട് q ഇസ് നൗ. dq കിട്ടി, ഈ എലിമെൻ്റൽ ഷെല്ലിലുള്ള ചാർജ് കിട്ടി. അപ്പോൾ ഇനി എനിക്ക് വേണ്ടത് എന്താണ്? മൊത്തം സ്ഫിയറിലുള്ള ചാർജാണ് വേണ്ടത്. ആൻഡ് ദാറ്റ് വിൽ ബി q ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ dq. ഏത് തൊട്ട് ഏത് വരെയാണ് ചെയ്യേണ്ടത്? ഇൻ്റഗ്രൽ dq ചെയ്യണം. ഇങ്ങനെയുള്ള ഷെല്ലുകളുടെ മൊത്തം ചാർജിനെ ആഡ് ചെയ്യണം. ഏത് തൊട്ട് ഏത് വരെ? സെൻറ്റർ തൊട്ടിട്ട് ക്യാപിറ്റൽ R വരെയുള്ള ദൂരത്ത്. സോ 0 to r ആണ് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട റേഞ്ച്. നൗ വാട്ട് ഇസ് ദിസ്? 0 to r and this is a into 4 pi e raised to minus
2x by a വരും ഇവിടെ. Okay? And there will be a dx here. Nothing else. നോക്കൂ ഞാൻ കോൺസ്റ്റൻസ് പുറത്തേക്ക് മാറ്റുകയാണ്. So I'll do that here. Capital Q will then be equal to കോൺസ്റ്റൻസ് പുറത്തേക്ക് മാറ്റുക. a 4 pi പുറത്തേക്ക് റിമൂവ് ചെയ്യുക. Now integral 0 to r e raised to minus 2x by a dx. Now listen, the integral would be 4 pi a out of the, then I'll have integral e raised to minus 2x by a would be e raised to minus 2x by a divided by minus 2 by a with limits 0 to r. Limit would apply, this is how it would be. I think I have a small difficulty writing r here. Okay, 0 to r, I hope that's clear now. Now, that would then be equal to 4 pi capital A by 2 with a minus sign, and there'll be a on top as well, e raised to minus 2x by a with limits 0 to r. That would be 2 pi capital A small a with a minus sign here, e raised to minus 2r by a minus e raised to 0. And that e minus sign agathe adjust cheyumbol that becomes 2 pi a small a 1 minus e raised to minus 2r by a. This is what we should solve. Iniki vendadu, this is actually idu q kulla answer aanu. Iniki vendadu capital r aanu. So I'll have to do a little bit more manipulation here. Namukku idonnu adutha slide like onnu ezhudam. 2 pi a small a q is equal to into 1 minus e raised to minus 2r by a. All right. Now let's see what happens here. This is q by 2 pi a is equal to 1 minus e raised to minus 2r by a. That makes it e raised to minus 2r by a is equal to 1 minus capital Q divided by 2 pi a. Now, e minus flip in the bhagayittu, what I'll have here is e raised to 2r by a is equal to 1 by 1 minus q divided by 2 pi a. Now, I take log on both sides. What happens here is, that makes it natural log rendu baathu irukana samayathu it will be 2r divided by a is equal to natural log 1 by 1 minus capital Q divided by 2 pi a. Okay. Now, that is r is equal to a by 2 natural log 1 by 1 minus q by 2 pi a. This is the solution. നമുക്ക് നോക്കാം ഏത് ഓപ്ഷനാണ് ഇതിൻ്റെ മാച്ച് ചെയ്യണമെന്ന് നോക്കാം. There is an option which says this. This is the option. Option B is the correct one here. നമുക്ക് കിട്ടിയ ആൻസറിന് മാച്ച് ചെയ്യുന്ന ഓപ്ഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. I think we'll pick that option here. Option B. All right. I hope that's clear. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. This question here. Again, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ചിട്ടുള്ള ചെറിയൊരു ഐഡിയ ഇവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നേരത്തെ ക്വസ്റ്റ്യൻ പഠിച്ചതിന് ഒരു വാല്യൂ ഉണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്. Now listen, a spherically symmetrical charge distribution. Again, നോക്കൂ നേരത്തെ കണ്ട പോലത്തെ സ്ഫെറിക്കലി സിമെട്രിക് ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് ഡെൻസിറ്റി വേരിയിങ് ആസ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെയാണ് കേട്ടോ. ഡെൻസിറ്റി വേരിയിങ് എങ്ങനെയാണ് തന്നിട്ടുണ്ട്. And then you have the function given here where small r is less than capital R. അതായത് ഈ സ്മോൾ ആർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറിനെക്കാളും എൻറ്റയർ സ്ഫിയറിനെക്കാളും ഉള്ളിലാണ്. ചെറിയ വാല്യൂ ആണ് സ്മോൾ ആറിന് ക്യാപിറ്റൽ ആറിനെക്കാളും. ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. സ്മോൾ ആർ ആണ് ദൂരം സെൻറ്റർ എന്നുള്ള ആ പോയിന്റിന്റെ വേ വി ഹാവ് ടു ഇവാലുവേറ്റ് ദി ഇലക്ട്രിക് ഫീൽഡ്. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി വിൽ ബി. നോക്കൂ പോയിന്റ് പിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇവാലുവേറ്റ് ചെയ്യണം. ആൻഡ് ദാറ്റ് പോയിന്റ് പി ഈസ് വെൽ ഇൻസൈഡ് ദ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നോക്കൂ നമുക്കിത് എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ആക്ച്വൽ എൻറ്റയർ സ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഒരു സ്മോളാർ ദൂരമുള്ള ഒരു സ്ഫിയറിൻ്റെ അകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ, ഈ പോയിന്റിലാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ദ മോസ്റ്റ് ബേസിക് തിങ്
to understand here in Gauss theorem is അത് Gauss theorem വെച്ചിട്ടാണ് സോൾവ് ചെയ്യുക. Gauss theorത്തിൽ ഏറ്റവും ബേസിക് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു പോയിന്റിലാണോ നമുക്ക് Gauss theorem വെച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യണം വിച്ച് ഓൾസോ ഹാസ് സിമെട്രി ടു ദ ഡിസ്ട്രിബ്യൂഷൻ. സ്ഫെറിക്കൽ സിമെട്രിയിലെ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അപ്പോൾ സ്ഫിയർ ആയിരിക്കണം, ഈ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യും വേണം. ഇങ്ങനെയാണ് നമ്മുടെ ഗോഷ്യൻ സർഫസ് ഉണ്ടാവുക. So Gauss theorem basically says closed surface integral E dot ds is equal to Q enclosed by epsilon naught. രണ്ട് സൈഡും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. But before that, let's start with the left hand side. നോക്കൂ, we have here closed surface integral E dot ds. ഇത് എത്രയാണെന്നുള്ളത് നോക്കണം. നമ്മൾ ഈ പറഞ്ഞ ഗോഷ്യൻ സർഫസിന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, സ്ഫെറിക്കലി സിമെട്രിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ്. നിങ്ങൾക്ക് ഒരുപാട് സ്ഫെറിക്കൽ ഷെല്ലുകളുടെ കണക്ഷൻ ആയിട്ട് അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് തന്നെ കാണാം. ഓരോ ഷെല്ലിൻ്റെയും ഇക്വലൻറ്റ് ചാർജ് അതിൻ്റെ സെൻറ്ററിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജിനെ മുഴുവൻ, അതായത് ഈ നിൽക്കുന്ന ഡിസ്ട്രിബ്യൂഷനെ മുഴുവൻ നമുക്ക് ഇതിൻ്റെ സെൻട്രൽ പോയിന്റിൽ ഒരു എന്താ പറയുക, ഒരു എൻറ്റയർ ചാർജായിട്ട് കൺസിഡർ ചെയ്യാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ എടുത്ത സർഫസ് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്തുള്ള ചാർജ് മാത്രമേ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിനെ സ്വാധീനിക്കുള്ളൂ. ദാറ്റ് ഈസ് വെരി ക്ലിയർ ഇൻ ദിസ് ഇക്വേഷൻ. ക്യൂ എൻക്ലോസ് എന്ന് പറയുന്ന ഭാഗത്ത് വളരെ ക്ലിയർ ആയിട്ട് ആ കോൺസെപ്റ്റ് ഉണ്ട്. ഉള്ളിലുള്ള ചാർജ് മാത്രമേ ആ ഫീൽഡിനെ എഫക്റ്റ് ചെയ്യുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ ഏത് സ്ഫെറിക്കൽ സർഫസ് എടുത്തു കഴിഞ്ഞാലും റേഡിയലി ഔട്ട്വേർഡ് ഉണ്ടാവുക. അതിനുള്ള കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജസ്റ്റ് ഒരു ഷെല്ല് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ആ ഷെല്ലിൽ ചാർജ് ക്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഓക്കെ, ആ ഷെല്ലിൽ സെൻറ്ററിലാണ് ചാർജ് ഉണ്ടാവുക ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സെൻറ്ററിൽ ചാർജ് ഉള്ള പോലെയാണ് അതിൻ്റെ ഇക്വലൻസ് ഉണ്ടാവുക. നോക്കൂ, ഈ ഷെല്ലിൻ്റെ മുകളിലാണ് ചാർജ് ഉള്ളെങ്കിൽ പോലും ഷെല്ലിൻ്റെ നടുക്ക് ആ ചാർജ് നിൽക്കുന്ന പോലെയാണ് അതിൻ്റെ ഇക്വലൻസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റേഡിയലി ആണ് ഇമാനേറ്റ് ചെയ്യുക. അത് വളരെ ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഷെല്ലുകൾ ചേർന്നതാണ് നിങ്ങൾ ഈ പറയുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള റീജിയൻ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ തന്നെ ആവുള്ളൂ, റേഡിയലി തന്നെ ആവുള്ളൂ. അപ്പോൾ വൺ തിങ് ഇസ് ഫോർ ഷുവർ, നിങ്ങൾ എവിടെ ഡി എസ് വെക്ടർ എടുത്തിട്ട് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എടുത്താലും ഇത് രണ്ടും ഒരേ ഡിറക്ഷനിലാണ് ഉണ്ടാവുക. റേഡിയലി ഔട്ട്വേർഡ് പോകുന്ന സ്ഫെറിക്കൽ സിമെട്രി ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആയതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തും നിങ്ങൾ ഡി എസ് വെക്ടർ എടുത്താലും ഈ വെക്ടർ എടുത്താലും അത് ഒരേ ഭാഗത്തേക്കാണ് ഉണ്ടാവുക. സോ ബേസിക്കലി ഫസ്റ്റ് തിങ് ഇസ് സോർട്ടഡ് ഔട്ട്. ഇന്റഗ്രൽ ക്ലോസ് സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇ ഡി എസ്, ക്ലോസ് സർഫസ് ഇന്റഗ്രൽ ഇ ഡി എസ്, ബിക്കോസ് ഇ ഡോട്ട് ഡി എസ് എല്ലാ ഭാഗത്തും ഇ ഡി എസിന് ഈക്വൽ ആയി വരിക. ബിക്കോസ് തീറ്റ ഇസ് 0 എവ്രിവെയർ ഫോർ ദിസ് ഗോഷ്യൻ സർഫസ്. എന്താണ് എൻ്റെ ഗോഷ്യൻ സർഫസ്? എല്ലായിടത്തും അങ്ങനെ തന്നെ വരിക. അതുകൊണ്ട് തന്നെ ആൻഡ് ദെൻ ദർ ഇസ് സിമെട്രി ഹിയർ. ഞാൻ എടുത്ത പോയിന്റ് സ്ഫെറിക്കൽ സിമെട്രിയുടെ ഡിസ്ട്രിബ്യൂഷന് സെന്ററിന് ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇലക്ട്രിക് ഫീൽഡ് എന്ത് തന്നെയാണ് വരിക? സെയിം തന്നെയാണ് വരിക. അതുകൊണ്ട് സിമെട്രി ഉണ്ട്. അതുകൊണ്ട് ഐ ക്യാൻ പുൾ ഇ ഔട്ട് ആൻഡ് ദെൻ യു ഹാവ് ക്ലോസ് സർഫസ് ഇന്റഗ്രൽ ഡി എസ്. നമുക്ക് ഒരു ഗോഷ്യൻ സർഫസിൽ ക്ലോസ് സർഫസ് ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് ഇസ് ദ സർഫസ് ഏരിയ. ഇപ്പം ഞാൻ ഈ പറയുന്ന ആറാണ് ഞാൻ എടുത്ത എന്താ പറയുക സർഫസിൻ്റെ റേഡിയസ് എങ്കിൽ, ആ സ്ഫെറിക്കൽ സർഫസിൻ്റെ റേഡിയസ് എങ്കിൽ ആ സർഫസ് ഏരിയ വരിക 4πr² ആണ്. സോ ഇ ഇൻറ്റു 4πr² ആണ് ഇത് വരിക. ഇത് ഒരു വട്ടം ഇനി ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇത് രണ്ടാമതും ചെയ്യരുത്. ഈ ഇവാലുവേഷൻ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷന് പിന്നെ നിങ്ങൾക്ക് നേരിട്ട് എന്ത് എഴുതിയാൽ മതി പറയൂ? ഇ ഇൻറ്റു 4πr² എന്ന് എഴുതിയാൽ മതി. അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഈ ചെയ്യേണ്ട എക്സാം ഹാളിൽ ചെയ്യേണ്ട കുറച്ച് വർക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ആ അഡ്വാൻറ്റേജ് ആണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നത്. നൗ ലിസൺ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പൂർത്തിയായി, റൈറ്റ് ഹാൻഡ് സൈഡ് പൂർത്തിയാവണം. ഫോർ ദാറ്റ് വി നീഡ് Q enclosed by epsilon naught. Now how much is Q enclosed? നേരത്തെ ചെയ്ത അതേ മെത്തേഡാണ്. നന്നായി ശ്രദ്ധിക്കുക. നോക്കൂ, നമുക്കിവിടെ 6 റേഡിയസ് ഉള്ള റീജിയൻ നോക്കൂ. നേരത്തെ ആ ക്വസ്റ്റ്യനിൽ കണ്ടറിയാം, ഈ റീജിയനിൽ ഉള്ള ഇത്രയും ഭാഗത്തുള്ള ചാർജാണ് Q enclosed ആവേണ്ടത്. കാരണം അതാണ് എൻ്റെ ഗോഷ്യൻ സർഫസ്. ഓക്കെ, സോ ഇത്രയും ഭാഗത്തുള്ള ചാർജാണ് വേണ്ടതെന്നുള്ളത് കൊണ്ട് തന്നെ വാട്ട് ഡു? I take an elemental shell here. Okay, that elemental shell has again നേരത്തെ ചെയ്ത പോലെ dx thickness and then you have the radius as x. നോക്കൂ, സെയിം എഫേർട്ടാണ്, നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യമാണ്. ഓക്കെ, സോ ഐ ഇവാലുവേറ്റ് dq, that will be അവിടുത്തെ ഡെൻസിറ്റി അത് ഫംഗ്ഷൻ എടുക്കണം. ദാറ്റ് ഈസ് ρ0 ഇൻറ്റു 3/4 മൈനസ് സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ. ρ0 ഇൻറ്റു 3/4 മൈനസ് സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ. ഇതാണ് ഡെൻസിറ്റി. പക്ഷെ നമ്മുടെ പോയിന്റ് എക്സ് ആയതുകൊണ്ട് നമ്മൾ സ്മോൾ ആർ എന്നല്ല എഴുതുക, ബട്ട് ഇൻസ്റ്റെഡ് വി റൈറ്റ് സ്മോൾ എക്സ്.
I hope that is clear. കാരണം നമ്മുടെ ഫംഗ്ഷൻ ഓഫ് ആർ ആ തന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ പോയിന്റിന്റെ ആർ പൊസിഷൻ, അതായത് സെന്റർ എന്നുള്ള ദൂരം നമ്മൾ ഈ എടുത്ത എലമെന്റൽ ഷെല്ലിന് എക്സ് ആണ്. ദാറ്റ്സ് what we have here. ഇനി എത്ര വോളിയം ഉണ്ട് ഇത് നമുക്ക് നേരത്തെ അറിയാം. 4πx² dx അവർ അത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, വളരെ ക്ലിയർ ആണ്, നിങ്ങൾക്കത് ഞാൻ വിശ്വസിക്കുന്നു. Okay, that is dx. Okay, I have difficulty writing to that corner. Now we have dq here, so obviously q will be equal to, q enclosed will be equal to integral 0 to small r. കാരണം ഞാൻ പറയുന്നത് എത്രയാണ്, 0 മുതൽ സ്മോൾ r വരെയുള്ള ഡിസ്ട്രിബ്യൂഷൻ അത്രയും ദൂരത്തുള്ളത് മാത്രം മതി എനിക്ക്. 0 to small r rho 0 4π into 3/4 minus x by r x² dx. That's what I have here. So ഞാൻ ആ സൊല്യൂഷൻ ഇങ്ങോട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഐ ഹാവ് q enclosed is equal to കോൺസ്റ്റൻസ് പുറത്തേക്ക് എടുക്കുക. rho 0 4π will go out and then I'll have 0 to small r 3x²/4. സിംപ്ലിഫിക്കേഷന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. മൈനസ് and then I have x³ dx. Now what would that be? So q enclosed would then be equal to rho 0, I think I should write it a little to the left. Q enclosed will be equal to rho 0 4π and then ആ ഇൻറ്റഗ്രൽ ചെയ്യുന്ന സമയത്ത് 0 to r ആണ് ലിമിറ്റ് വരിക. Now that is 3x²/4 ആണ്. x² ഇൻറ്റഗ്രൽ വരിക x³/3 ആണ്. That would make it x³/4 കാരണം by 3യും മുകളിലെ 3യും കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. And then I have minus, that will be x³ ഇൻറ്റഗ്രൽ വരെ x⁴/4 ആണ്. That will be x⁴/4 and then there is an r here. ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് that becomes rho 0 4π into r³ minus r⁴ divided by 4 capital R and then there is a 4 here. ഈ 4 പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് what happens here is rho 0 π and then you have r³ വേണമെങ്കിൽ പുറത്തെടുക്കാൻ പറ്റും. You can also take r³ out and then what remains is 1 minus small r by capital R. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് ഇത് q enclosed ആവുന്നേ ഉള്ളൂ. അപ്പോൾ q enclosed by epsilon naught എന്താണ് വരിക? q enclosed by epsilon naught would then be equal to rho 0 π r³ divided by epsilon naught into 1 minus small r by capital R. Now ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓൾറെഡി റെഡിയാണ്. ലെറ്റ് us merge it together. E is equal to 4πr². That is E into 4πr² is equal to, what do we have there? Rho 0 π r³ into 1 minus small r by capital R. Now what happens here? ഈ 4π ക്യാൻസൽ ചെയ്ത് പോവും. rho 0 r മുകളിൽ ഉണ്ടാവും കാരണം ഒരു r² r ഇവിടെ പോവുമല്ലോ. സോ rho 0 r will be there on top. താഴത്തേക്ക് there will be 4 and then you have, and there is epsilon also there. അവിടെ ഒരു epsilon കൂടെ ഉണ്ട്, epsilon naught കൂടെ ഉണ്ട്. There is epsilon naught here and then you have 1 minus small r by capital R. This is the expression for electric field. Let's see whether we have an option that matches it. We have an option that matches it. Option C is the correct one. Rho 0 r divided by 4 epsilon naught into 1 minus small r by capital R. That is the answer. Okay. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Now ഈ ഫിഗർ ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്, ബട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ദിസ് ആക്ച്വലി മീൻസ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ. ടു ചാർജ് തിൻ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്സ് ഓഫ് യൂണിഫോം സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ പ്ലസ് ആൻഡ് സിഗ്മ മൈനസ് where sigma plus is greater than sigma minus. ഇത് ഇവിടെ വളരെ ക്രൂഷ്യൽ ആണ് കേട്ടോ. sigma plus is greater than sigma minus intersect at right angles. Okay. Which of the following best represents the electric field lines for this system? Okay, electric field lines ഈ സിസ്റ്റത്തിന് ഏതാ ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. എക്സ് ആക്സിൽ ഏതാ ഉള്ളത്, വൈ ആക്സിൽ ഏതാ എന്നുള്ളത് കൊടുത്തിട്ടില്ല. ഐ തിങ്ക് ദർ ഇസ് എ ഫിഗർ ദാറ്റ് കംസ് അലോങ് വിത്ത് ദിസ് and that would be, നോക്കൂ ഇവിടെ ഒരു പ്ലസ് സിഗ്മ ഉണ്ട് and here there is a minus sigma. ഇങ്ങനെ രണ്ട് ഷീറ്റ്സ് ആണ് ഉള്ളത്. നോക്കൂ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ഷീറ്റ്സ് ആണ് ഉള്ളത്. Now ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക എന്നുള്ള വളരെ പ്രധാനം. നോക്കൂ, ഇതിൽ ഇറ്റ്സ് ആക്ച്വലി പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്ത് ഐഡിയ ആണിത് എൻറ്റെയിൽ ചെയ്യുന്നതെന്ന്.
I'll tell you what this is all about. And ഈ ഒരു ക്ലോസ് മാർക്കുകയും ചെയ്യരുത്. അതായത് സിഗ്മ പ്ലസിൻ്റെ വാല്യൂ സിഗ്മ മൈനസിൻ്റെ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണത്. അത് വളരെ ക്രൂഷ്യലായിട്ട് ഇതിൽ ഏതാണെന്ന് പറയുന്നതിൽ ഒരു ക്രൂഷ്യൽ റോൾ അത് വഹിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. നൗ എനിവേ ഇത് തിൻ ഷീറ്റ് ആണ് അല്ലേ. തിൻ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കും, രണ്ട് സൈഡിലും യൂണിഫോം ആയിരിക്കും. സോ ഈ മൈനസ് സിഗ്മ കാരണം ഇങ്ങോട്ട് ഒരു ദർ ഇസ് എ സർട്ടൺ ഇലക്ട്രിക് ഫീൽഡ് ഹിയർ. ഇങ്ങോട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഈ ദിസ് വൺ ഹിയർ ഈ പ്ലസ് സിഗ്മ ഉള്ള ഈ ഷീറ്റ് കാരണവും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവും. ആൻഡ് ഐ എം വെരി ക്ലിയർലി ഡ്രോയിങ് ദിസ് വൺ സ്ലൈറ്റ്ലി ലോങ്ങർ ദാൻ ദി അതർ വൺ. എൻ്റെ കാരണമുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് വൈസ് സിഗ്മ പ്ലസ് കുറച്ച് അധികമുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. സോ ഇത് കുറച്ചുകൂടെ ലോങ്ങർ ആയിരിക്കും ഈ വെക്ടർ. നോക്കൂ, രണ്ട് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡുകളുടെ വെക്ടർ സം ആയിരിക്കും ഈ റീജിയനിൽ എവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്, അതും യൂണിഫോം ആയിട്ടാണ് വരിക. ആൻഡ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഗിവൺ ബൈ ദ റിസൾട്ടന്റ് ഓഫ് ദീസ് ടു വെക്ടേഴ്സ് ഹിയർ. നോക്കൂ, ആൻഡ് ദിസ് വിൽ ബി എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഈ റീജിയനിൽ ഇതുപോലെയായിട്ട് എല്ലാ ഭാഗത്തും വരിക. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇതാ ഇങ്ങോട്ടായിരിക്കും, ഈ മൈനസ് ക്യൂ ഷീറ്റ് കാരണം അങ്ങോട്ടുണ്ടാവും. അതിൻ്റെ വാല്യൂ യു നോ സിഗ്മ ബൈ 2 എപ്സിലോൺ ആയിരിക്കും, നിങ്ങൾക്ക് അറിയാം. ബട്ട് ഇറ്റ് ഇസ് നോട്ട് വാട്ട് മാറ്റേഴ്സ് ഹിയർ മോസ്റ്റ്. ആൻഡ് ദർ ഇസ് അഗൈൻ ഈ പ്ലസ് ക്യൂ കാരണം മുകളിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. സിമിലർലി ഇവിടെ ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഈ മൈനസ് സിഗ്മ കാരണമുള്ളത് ഇങ്ങോട്ട് ഉണ്ടാവും, ഈ പ്ലസ് കാരണമുള്ളത് താഴത്തേക്ക് ഉണ്ടാവും. സോ യു വിൽ ഹാവ് സംതിങ് ലൈക്ക് അഗൈൻ റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. ആൻഡ് ഇവിടെ ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് അഗൈൻ മൈനസ് സിഗ്മ. ഈ മൈനസ് സിഗ്മ കാരണമുള്ള ഫീൽഡ് ഇങ്ങോട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ്. ആൻഡ് ദെൻ യു ഹാവ് പ്ലസ് സിഗ്മ കാരണം താഴത്തേക്ക് ഉണ്ടാവും. ആൻഡ് ദെൻ ദ റിസൾട്ടൻ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. നോക്കൂ, ദിസ് വൺ ഹിയർ, ദിസ് വൺ ആൻഡ് ദിസ് വൺ. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്സ് ആണ് അവിടെയൊക്കെ വരേണ്ടത്. ആൻഡ് അതിൻ്റെ ഡിറക്ഷനും നിങ്ങൾ കാണുന്നുണ്ട്. ആൻഡ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിടത്ത് പാരലൽ ഇക്വിഡിസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതാ കണ്ടോ, പാരലൽ ഇക്വിഡിസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. എന്തായാലും ഇതല്ല എന്നുള്ള ഉറപ്പായി, ഇത് രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും. നൗ വാട്ട് ഈസ് ദ കോർ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ഫിഗേഴ്സ്? നോക്കൂ, ഇത് കുറച്ച് ഫ്ലാറ്റ് ആണ്, ഇത് കുറച്ചുകൂടെ ഷാർപ്പറാണ്. ഇതാ ഞാൻ പറഞ്ഞത്, കുറച്ചുകൂടെ ഷാർപ്പാണ്. രണ്ടും ഒരേപോലെ ഇരിക്കും ഏകദേശം, പക്ഷേ ഇത് കുറച്ചുകൂടെ ലീനർ ഓൺ എ സ്ലിമർ സൈഡാണ്, കുറച്ചുകൂടെ നേരെ വെർട്ടിക്കലി കുറച്ച് മുകളിലേക്ക് പോകുന്ന രീതിയിലുള്ളത്. അവിടെയാണ് ഈ ഭാഗം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ. ഇയാളുടെ സിഗ്മ പ്ലസ് സിഗ്മ ഉള്ള ആളുടെ മാഗ്നിറ്റ്യൂഡ് കുറച്ചുകൂടെ ഗ്രേറ്റർ ആയതുകൊണ്ട് മുകളിലേക്കുള്ള കോമ്പണൻറ്റ് കുറച്ച് ഗ്രേറ്റർ ആയിരിക്കും. നോക്കൂ, രണ്ടാളും ഈക്വൽ ആണെങ്കിൽ, ഈ പ്ലസ് സിഗ്മേൻ്റെയും മൈനസ് സിഗ്മേൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ എക്സാക്ട്ലി 45 ഡിഗ്രിയിലാണ് ഈ റിസൾട്ടൻ്റ് ഉണ്ടാവുക. പക്ഷേ ഇയാൾ കൂടുതലാണെങ്കിൽ, പ്ലസ് സിഗ്മ കൂടുതലാണെങ്കിൽ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഹൈ ആവുകയും അത് കുറച്ചുകൂടെ കൊണ്ട് സ്ലിമ്മർ സൈഡ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അതേസമയം ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ് കൂടുന്നതെങ്കിൽ ദിസ് വിൽ ബി സ്ലൈറ്റ്ലി ഓൺ ദ ഫ്ലാറ്റർ സൈഡ്. ഇപ്പം നമ്മുടെ കേസിൽ ഇറ്റ്സ് വെരി ക്ലിയർലി ടോൾഡ് സിഗ്മ പ്ലസ് ഗ്രേറ്റർ ആണ്. സോ ഒബ്വിയസ്ലി ഇറ്റ് ഹാസ് ടു ബി എ ലിറ്റിൽ ഓൺ ദ സ്ലിമർ സൈഡ്. നേരെ മുകളിലേക്ക് വെർട്ടിക്കൽ കുറച്ച് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ളതായിരിക്കണം. സോ ദിസ് ഇസ് ദി ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദിസ് പ്രോബ്ലം ഇസ് ഡൺ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കുക. ഇറ്റ്സ് എ വെരി ഈസി തിങ് ടു ഡു. പക്ഷേ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനത്തെ ലൂപ്പൊക്കെ കാണുമ്പോൾ യു ഗെറ്റ് വെരി കൺഫ്യൂസ്ഡ്. മാത്രമല്ല ഡിറക്ഷൻസ് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, ഏത് ഭാഗത്തേക്കാണ് ആരോസ് ഉള്ളതെന്നുള്ള. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ ദെയർ ഇൻ ദ ഫിഗർ. So we'll move on to the next question. Listen. Now, two infinite planes, each with uniform surface charge density plus sigma, are kept in such a way that the angle between them is 30 degrees. The electric field in the region shown between them is given by. നോക്കൂ, ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ റീജിയൻ ബിറ്റ്വീൻ എന്ന് ചോദിക്കുമ്പം അതിനൊരു വേരിയേഷനും ഇല്ല എന്നുള്ളത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. കാരണം നമ്മൾ സംസാരിക്കുന്നത് തിൻ ഷീറ്റ്സിനെ പറ്റിയിട്ടായതുകൊണ്ട് തന്നെ അതിന് വേറെ വേരിയേഷൻസ് ഉണ്ടാവും. അല്ല, യൂണിഫോം ഫീൽഡ് ഉണ്ടാവുക, അതിന് സർട്ടൺ ഡിറക്ഷൻ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. സോ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് ഹിയർ. നോക്കൂ, ഈ പറഞ്ഞ ഇവിടെ ഒരു പോയിന്റിലെ കാര്യമാണ് നമ്മളെടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ ഈ ഷീറ്റിൻ്റെ കാര്യം ആലോചിക്കുക. ഈ സിഗ്മ, ഐ തിങ്ക് ദാറ്റ് ഇസ് അഗൈൻ ദാറ്റ്സ് ഓൾസോ പ്ലസ് സിഗ്മ. വേറെ ചാർജ് ഡിഫറൻസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നോ, ഇറ്റ്സ് ഓൾസോ പ്ലസ് സിഗ്മ. ഈ പ്ലസ് സിഗ്മ കാരണം ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്ക് ഉണ്ടാവും. ആൻഡ് ദാറ്റ് വാല്യൂ വിൽ ബി ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്. അതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക. ഡിറക്ഷൻ നോക്കൂ, തന്നിരിക്കുന്നത് വൈ ക്യാപ്പ് എക്സ് ക്യാപ്പ് എന്നാണ്. സോ വിൽ ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് വൈ ക്യാപ്പ്. മുകളിലേക്കാണ് ഉണ്ടാവുക. ഓക്കെ, നൗ
ഇയാൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഈ ഷീറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആ ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് പ്ലസ് അല്ലേ, പെർപൾസീവ് ആയിട്ടുള്ള ഫീൽഡ് ഉണ്ടാവുക, ഈ ഡയറക്ഷനിൽ ഉണ്ടാവുക. ഞാൻ റിമെമ്പർ വൺ തിങ്, ഈ ആംഗിള് 30 ആണെങ്കിൽ, സി നോക്കൂതാ, ഈ ആംഗിൾ 30 ആണെങ്കിൽ ദിസ് ആംഗിൾ വിൽ ഓൾസോ ബി 30. നിങ്ങൾ ഈ പ്ലെയിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ആ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ ക്ലോസ് ആവുന്ന പോലെ ഈ ആംഗിൾ എന്താവും പറയും, എക്സാക്ട്ലി ക്ലോസ് ആവും. സോ ദിസ് ഇസ് 30 ആൻഡ് ദിസ് ഇസ് ഓൾസോ 30 അഗൈൻ. സോ അടുത്ത ഇലക്ട്രിക് ഫീൽഡ് വരിക എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് ഉണ്ടാവുക, ഇത് 30 ആയിരിക്കും, അതിന്റെ വാല്യൂ ഉണ്ടാവും 30 ഡിഗ്രി ആയിരിക്കും, അതിന്റെ വാല്യൂ ഉണ്ടാവുക σ/2 ε0 തന്നെയാണ്. ഓക്കെ, പക്ഷെ അത് ഈ ഡയറക്ഷനിലാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് മുഴുവൻ കോമ്പണന്റ് ഫോമിലായതുകൊണ്ട് ഇതിനെ കോമ്പണന്റ് ആക്കി തിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സോ ഈ ഭാഗത്തേക്ക് ഉണ്ടാവുക σ/2 ε cos 30 is √3/2. നമുക്ക് cos 30 ഭാഗമാണ് കേട്ടോ അങ്ങോട്ട് ഉണ്ടാവുക, √3/2 y cap with a minus sign, കാരണം താഴത്തേക്ക് ആയതുകൊണ്ട് മൈനസ് y ക്യാപ്പിലാണ് വരിക. Now this one here has σ/2 ε0 into sin 30, that is into 1/2, that is in x cap direction. നോക്കൂ, ഈ ഭാഗത്തേക്കുള്ള x cap ഡയറക്ഷനിലുള്ള ആളെയും കിട്ടി. ഇനി y cap ഡയറക്ഷനിൽ പക്ഷേ there is a summation here. നമുക്ക് നോക്കാം അപ്പോൾ എന്താ വരികയെന്ന്. സോ നമുക്ക് വെക്ടർ ഫോം എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് ഓൾസോ മൈനസ് എക്സ് ക്യാപ് ഡയറക്ഷൻ ആണ്, ഇത് മറക്കരുത് കേട്ടോ, ഇടത്തോട്ടാണുള്ളത്, ആ കാര്യം മറക്കരുത്. ഈ ഫീൽഡിന്റെ എക്സ് ക്യാപ് മൈനസ് എക്സ് ക്യാപ്പിലും മൈനസ് വൈ ക്യാപ്പിലുമാണ് അതിന്റെ കോമ്പണൻസ് വരുന്നത്. ദർ ഇസ് എ മൈനസ് സൈൻ ഹിയർ. സോ വി ഹാവ് മൈനസ് σ/2 ε0 into 1/2 എക്സ് ക്യാപ് ഒരെണ്ണം. രണ്ടാമത്തത് വി ഹാവ് ഹിയർ മുകളിലേക്ക് വി ഹാവ് σ/2 ε0, അതിൻ്റെ അന്ന് കുറയ്ക്കണം താഴത്തേക്കുള്ളത്, ദാറ്റ് ഇസ് σ/2 ε0 കോമൺ എടുത്തതിന് ശേഷം വി ഹാവ് 1 മൈനസ് താഴത്തേക്ക് √3/2 ആൻഡ് ദാറ്റ് ഇൻ y cap. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. ലെറ്റ് us see whether we have any option which matches it. That will be this one here. Yes, this is the answer. Option D is the correct answer. σ/2 ε0 into 1 minus √3/2 y cap, that is there, and then you have 1/2 minus 1/2 x cap. Correct ആണ്, കോമൺ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിട്ടും. So we will move on to the next question. Okay. A dipole comprises of two charged particles of identical magnitude q and opposite in nature. Charges equal and opposite ആണ്. ഡൈപോളിന്റെ കീ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണത്. The mass m of the positive charged particle is half of the mass of the negative charged particle. The two charges are separated by a distance L. If the dipole is placed in a uniform electric field E vector given by E vector in such a way that the dipole axis makes a very small angle with the electric field E vector, the angular frequency of the oscillations of the dipole when released is given by. നോക്കൂ, ഒരു ഡൈപോള് ഞാനിവിടെ വെച്ചിരിക്കുകയാണ്. ഈ ഡൈപോളിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ദിസ് ഇസ് മൈനസ് ക്യൂ ഹിയർ ആൻഡ് ദിസ് ഇസ് പ്ലസ് ക്യൂ ഹിയർ. അത് മാത്രമല്ല എൻ്റെ പ്രത്യേകത, മാസിനൊരു ചെറിയൊരു ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസമുണ്ട്. മാസ് ഓഫ് ദ പോസിറ്റീവ് ചാർജ് ഇസ് ഹാഫ് ഓഫ്, അപ്പോൾ ഇത് mass of the positive charge m is just only half of the mass of the negative charge. അപ്പോൾ ഇത് നമ്മൾ m എന്ന് വിളിക്കുകയാണെങ്കിൽ this has to be called 2m. Obviously ഇതിൻ്റെ center of mass ഉണ്ടാവുക 1/3 of, or this will be L/3 and this will be 2L/3. ആ ഒരു ബയാസിലാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ അലൈൻമെൻറ്റ് ഉണ്ടാവുക. ഐ വിൽ ടെൽ യു വൈ ദാറ്റ് ഇസ് റിക്വയർഡ്. ഓക്കെ, എന്തായാലും ഇത് വരച്ച് വെച്ചു എന്നേ ഉള്ളൂ. ഇതിനെ സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വൺ തിങ് ഇസ് ഫോർ ഷുവർ, ഇതിൻ്റെ മുകളിൽ ഒരു റിസ്റ്റോറിംഗ് ടോർക്ക് ഉണ്ടാവും. ആ റിസ്റ്റോറിംഗ് ടോർക്ക് വിൽ ബി ഈക്വൽ ടു ടോ റിസ്റ്റോറിംഗ് വിൽ ബി ഈക്വൽ ടു മൈനസ് PE സൈൻ തീറ്റ. സ്മോൾ ആംഗിൾസ് എന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആ ക്ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ബൈ വെരി സ്മോൾ ആംഗിൾ എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് ബിക്കംസ് ടോ റിസ്റ്റോറിംഗ് ഇസ് ഈക്വൽ ടു മൈനസ് PE തീറ്റ. ഓൾറൈറ്റ്, സോ ടോ റിസ്റ്റോറിംഗിന് നമുക്ക് എന്ത് എഴുതാം? I alpha is equal to minus PE theta എന്ന് എഴുതാം. That is I d square theta divided by dt square plus PE theta is equal to 0.
which means this is actually a standard equation for simple harmonic oscillation. ആ തീറ്റയുടെ വാല്യൂ സിമ്പിൾ ഹാർമോണിക്കലി വേരി ചെയ്യുമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് വി ക്യാൻ സേ ദാറ്റ് ഒമേഗ will be equal to root of PE by I. Now, ഈ PE by I solve ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. Let's work on that. Omega is equal to root of P എന്താ വരിക? Either one charge into separation between them. ഒരു ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക either one charge into the separation between them ആണ് വരിക, which means you have Q into L അല്ലേ? Q ആണ് ചാർജ്, L ദൂരമാണ് സെപ്പറേഷൻ. ദാറ്റ്സ് ഗിവൺ ഹിയർ. നൗ ഈ അതേപോലെ ഉണ്ടാവും, PEൻ്റെ ഈ അതേപോലെ ഉണ്ടാവും, ഈക്ക് വേറെ ഒന്നും സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നുമില്ല. ബട്ട് നൗ ദ പ്രോബ്ലം ഇസ് I. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ ഡൈപോളിൻ്റെ മുകളിൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. കാരണം ഫോർവേഡ് ഒരു ഫോഴ്സ് QE ഉണ്ട്, ബാക്ക്വേർഡ് ഒരു ഫോഴ്സ് QE ഉണ്ട്. നെറ്റ് ഫോഴ്സ് 0 ആയതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് മാസിന് ആക്സിലറേഷൻ ഉണ്ടാവില്ല. സെൻറ്റർ ഓഫ് മാസിന് ആക്സിലറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ആദ്യമേ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലായതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസ് അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് ഈ ബോഡിയുടെ മോഷൻ എന്ന് പറയുന്നത് പ്യുവർലി റൊട്ടേഷൻ അബൌട്ട് ഇറ്റ്സ് ഓൺ സെൻറ്റർ ഓഫ് മാസ് ആയിരിക്കും. അപ്പോൾ ഈ റൊട്ടേഷനിൽ നമ്മൾ കാണുന്ന I എന്ന് പറഞ്ഞ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, നോക്കൂ ഇതാ I ആൽഫ എന്ന് പറയുന്നത് I മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഷുഡ് ബി കാൽക്കുലേറ്റഡ് അബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ്. കാരണം സെൻറ്റർ ഓഫ് മാസിന് അബൌട്ടാണ് ആ ബോഡി എന്ത് ചെയ്യാൻ പോണത്, റൊട്ടേറ്റ് ചെയ്യാൻ പോണത്. സോ അത് എത്രയാണെന്നുള്ളത് നോക്കൂ. ദിസ് ഇസ് വാട്ട് വി ഹാവ് ഹിയർ. ഇതാണ് സെൻറ്റർ ഓഫ് മാസ്, CM ഹിയർ. ദിസ് ഇസ് 2m ആൻഡ് ദിസ് ഇസ് m. ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വരെ രണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ വാട്ട് വിൽ ദിസ് ബി? ഇവിടെ m ഇൻറ്റു ഇത് L/3 ആണ്, ഇത് 2L/3 ആണ്. സോ 2m ഇൻറ്റു L/3 സ്ക്വയർ പ്ലസ് വി ഹാവ് ദ നെക്സ്റ്റ് വൺ ഇസ് m ഇൻറ്റു 2L/3 സ്ക്വയർ. നോക്കൂ, MR സ്ക്വയർ ആ ചെയ്ത് കേട്ടോ. ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ എക്സ്പ്രഷനാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. സോ റിമെമ്പർ ട്രൈ ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ദിസ് വുഡ് ബി. ദാറ്റ് ഇസ് 2mL square by 9 plus what else do we have? 4mL square by 9, that is 6mL square by 9, that is 2/3mL square. We have 2/3mL square here. m അവിടെ ഇരിക്കും, 3 മുകളിലേക്ക് കയറും and ഒരു L വെട്ടി പോവുകയും ചെയ്യും. So we have 3QE divided by 2mL. 3QE divided by 2mL ആണ് നമ്മുടെ ആൻസർ. Let's see whether we have an option that matches it. 3QE divided by 2mL. Option C is the correct answer. So please verify the solution. ഇതിനകത്ത് വളരെ കീ ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിന് അബൌട്ടാണ് ഈ സാധനം റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ അകത്ത് തിയററ്റിക്കലി വളരെ വെൽ അണ്ടർസ്റ്റുഡ് ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാൽക്കുലേഷൻ മാത്രമാണ് അതിൽ ഓർക്കേണ്ടത്. സെൻറ്റർ ഓഫ് മാസിന് അബൌട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് കണ്ടത്. അതല്ല, ഈ മാസിന് ബയസ് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് അബൌട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ മിഡ് പോയിന്റിന് അബൌട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ തന്നെ കണ്ടാൽ മതിയായിരുന്നു. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കേസ്. നൗ the next question. Okay, a uniformly charged ring of radius 3a and total charge q is placed in xy plane centered at the origin. A point charge q is moving towards the ring along the z axis and has a speed z is equal to 4a. The minimum value of v such that it crosses the origin is. നമുക്ക് നോക്കാം അതെന്താ വരികയെന്ന്. See, this is the ring here. Okay, ഈ റിങ്ങിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് this is where the center of the ring is. അത് ഒറിജിൻ ആണ്. This is actually the xy plane. നോക്കൂ, the radius is 3a. I think the radius is given as 3a. Let's see. The radius is 3a. Now, and a charge is there here. ഒരു 4a ദൂരത്തുള്ളത്. ഒറ്റയടിക്ക് തന്നെ പൈത്തഗോറിയൻ ട്രിപ്ലറ്റിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവണം. സോ ദിസ് ഡിസ്റ്റൻസ് ഹിയർ വിൽ ബി 5a വിച്ച് യു വിൽ ബി യൂസിങ് വെരി സൂൺ. ഓൾറൈറ്റ്. നൗ ഇനി നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതാണ് ഇനിഷ്യൽ പോയിന്റ്. ഇവിടെ നിന്നാണ് പാർട്ടിക്കിളിനെ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് ഫൈനൽ പോയിന്റ്. നമുക്ക് ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി കാണാം. ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചാർജ് നിൽക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണുക ആദ്യം. That will be actually kq divided by 3a. ആണ് പൊട്ടൻഷ്യൽ വരിക. ഈ പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വരിക.
because of this charge distribution here. ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണം ഈ പോയിന്റിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വരിക ഇതാണ്. അപ്പോൾ അവിടെ ഒരു ക്യൂ ചാർജ് വന്നിരുന്നാലോ, കൊണ്ടുവരുന്ന ക്യൂ ചാർജിനെ അല്ലേ, യെസ്, പോയിന്റ് ഓഫ് ചാർജ് ക്യൂ ഇസ് മൂവിങ് ടുവേർഡ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൊണ്ടുവരുന്ന ക്യൂ ചാർജിനെയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്യൂ ചാർജ് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്, ദാറ്റ് ഇസ് അഗൈൻ ഒറ്റയടിക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, കെ ക്യൂ സ്ക്വയർ, or this is actually നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് അങ്ങനെ എഴുതാം, കെ ക്യൂ സ്ക്വയർ ബൈ 3 എന്ന് എഴുതിയാൽ മതി. നൗ പൊട്ടൻഷ്യൽ, I can write it here, കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3a. നൗ ഈ പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താ വരിക എന്ന് നോക്കുക. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ചാർജ് ക്യൂം അതുവഴി നമുക്ക് കണ്ടുപിടിക്കാം. സോ യു ഇനീഷ്യൽ വിൽ ബി ഈക്വൽ ടു, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ റിങ്ങിലെ മുഴുവൻ ചാർജും കറക്റ്റ് 5a ദൂരത്തേക്കാണ് ഈ പോയിന്റിലുള്ളത്. ഈ റിങ്ങിലെ മുഴുവൻ ചാർജും 5a ദൂരമാണ് ഈ പോയിന്റിലേക്ക് ഉള്ളത്. സോ ഇവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദി റിംഗ് അറ്റ് ദിസ് പോയിന്റ് ഹിയർ, ആ ഇനീഷ്യൽ പോയിന്റിൽ വരിക കെ ക്യൂ പൊട്ടൻഷ്യൽ വരിക കെ ക്യൂ ബൈ 3a ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ചാർജ് ക്യൂ ദെയർ വിൽ ബി ഇത്ര വരിക, ദാറ്റ് ഇസ് കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5a. സോറി, ദിസ് ഇസ് ആക്ച്വലി 5a. കാരണം നോക്കൂ, ഈ റിങ്ങുമായിട്ട് ഇവിടെയുള്ള പോയിന്റ് റിങ്ങുമായിട്ടുള്ള ഓരോ ചാർജ് എലമെന്റ് ആയിട്ടുള്ള ദൂരം 5a ആയതുകൊണ്ട് ദിസ് ഇസ് ദ ആൻസർ ഹിയർ. ആ ഭാഗത്തുള്ള നൗ ഐ വിൽ ടെൽ യു സംതിങ്. ഇവിടുന്ന് ഒരു എനർജി കൊടുത്തിട്ട് ഒന്ന് കണ്ടാൽ തന്നെ അറിയാം ഈ വ്യത്യാസം. നോക്കൂ, വിച്ച് ഇസ് ദ ഗ്രേറ്റർ വൺ ഹിയർ. ഇനിഷ്യലി ഐ ഹാവ് എ ലോ പൊട്ടൻഷ്യൽ എനർജി കെ ക്യൂ സ്ക്വയർ ബൈ 5a, ഒരു ലോ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കെ ക്യൂ സ്ക്വയർ ബൈ 3a ആണ്. ദാറ്റ്സ് ആക്ച്വലി എ ഹയർ പൊട്ടൻഷ്യൽ എനർജി. ഈ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് നിങ്ങൾ ഇവിടെ കൈനറ്റിക് എനർജി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഇതൊരു കോൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട്, സ്റ്റാറ്റിക് ചാർജസ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ കോൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. അതുകൊണ്ട് ഇവിടുത്തെ ടോട്ടൽ എനർജി TE എന്ന് പറയുന്നത് ½ പ്ലസ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി, ആ ചാർജിനുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ദിസ് ഇസ് ദി ആൻസർ, ദാറ്റ് ഇസ് പ്ലസ് കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5a ആയിരിക്കും. നോക്കൂ, ഈ പോയിന്റിലെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ അവിടെ ജസ്റ്റ് എത്തിയാൽ മതി. നോക്കൂ, ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മിനിമം വാല്യൂ ഓഫ് വി സച്ച് ദാറ്റ് ഇറ്റ് ക്രോസസ് ദി ഒറിജിൻ. ജസ്റ്റ് അവിടെ ക്രോസ് ചെയ്താൽ മതി, ഈ ഒറിജിൻ ക്രോസ് ചെയ്താൽ മതി. സോ അവിടെ ടോട്ടൽ എനർജിക്ക് വേണ്ടിയിട്ട് ടോട്ടൽ എനർജി അറ്റ് ദ ഫൈനൽ പോയിന്റും ടോട്ടൽ എനർജി ഇനീഷ്യൽ പോയിന്റും, ഫൈനൽ പോയിന്റിൽ ടോട്ടൽ എനർജി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ½ അവിടെ ഉണ്ടാവില്ല, അവിടെ ജസ്റ്റ് എത്തിയാൽ മതി. അപ്പോൾ PE മാത്രമേ ഉണ്ടാവുള്ളൂ, കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3a മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സോ ബേസിക്കലി ഇറ്റ്സ് വെരി ക്ലിയർ, ½ എന്ന് പറയുന്നത് ഈ PE ഡിഫറൻസ് ആയിരിക്കും വരിക. ആൻഡ് ദാറ്റ് വിൽ ബി കെ ക്യൂ സ്ക്വയർ ബൈ 3a മൈനസ് കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5a. ഓൾറൈറ്റ്, സോ ഇത് റീഅറേഞ്ച് ചെയ്യുമ്പം ½ വുഡ് ദെൻ ബി ഈക്വൽ ടു കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ a ഇൻറ്റു 1/3 minus 1/5. That will be equal to 2/15 വരും അവിടെ. So we have ½ is equal to k q square divided by a into, that is 2 divided by 15. So what do we have here? We have, നമുക്ക് v അല്ല വേണ്ടത് അല്ലേ. What we need to find out is v here. v ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. So what do we have here? We have v is equal to root of, നോക്കൂ 2 അങ്ങോട്ട് പോവും, 2/m അവിടെ സൈഡിൽ ഉണ്ടാവും, 2 ഇങ്ങോട്ട് പോവും, m താഴത്തേക്ക് വരും. And then there will be k q square. K and I think looking at the options 1/4π എഴുതേണ്ടി വരും. So we'll write it that way. Just a second. K can ideally be in this case written as 1/4π0 and q square mole ഉണ്ട്, and then there is 2/15. Everything else is sorted out. M അങ്ങോട്ട് വന്നു, and then there is താഴെ there is a here also. ഇവിടെ a യും കൂടെ ഉണ്ടാവും. Let's see if we have an option that matches it. 2/15 റൂട്ടിൻ്റെ അകത്താ വരിക, 2/15 ഉണ്ട്, and there is 2/m, and there is 4π0 ഉണ്ട്, a ഉണ്ട്, മുകളിൽ q square ഉണ്ട്. Option C is the correct answer. Please look at the answer once again. V is equal to root 2/m, and then there is 2/15 ഉണ്ട്, 1/4π0 a ഉണ്ട്, മുകളിൽ q square ഉണ്ട്. That here is the correct answer. Option C is the correct answer.
please make sure that you note the important points. Now, energy conservation വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കോൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് എന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങളുടെ ഫണ്ടമെൻറ്റൽസ് നിങ്ങൾ എപ്പോഴും സ്ട്രോങ് ആക്കി തന്നെ വെക്കുക. Alright, now the next question. A parallel plate capacitor has plate area 40 centimeter square and plate separation of 2 millimeters. The space between the plates is filled with a dielectric medium of thickness 1 millimeter and dielectric constant 5. The capacitance of the system is. നോക്കൂ, ഇങ്ങനത്തെ ഒരു കേസാണിത്. അതായത് ഹാഫ് ഓഫ് ദ സ്പേസിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഹാഫ് ഓഫ് ദ സ്പേസിൽ ഒരു ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിലുള്ള ഒരു ഡയലക്ട്രിക് മീഡിയ ഇരിക്കുന്നുണ്ട്, ബാക്കിയുള്ള സ്പേസ് വാക്വമാണ്. എനിവേസ്, സ്ലാബുകൾ പാരലായിട്ട് സ്ലോട്ട് ചെയ്തിട്ടുള്ള കപ്പാസിറ്ററിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഫോർമുല ആദ്യമായിട്ട് ഓർത്ത് വെക്കുക. അത് വളരെ ഈസി ആയി ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. പൊട്ടൻഷ്യൽസ് ഉപയോഗിച്ചും ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണത്. സോ C will be equal to epsilon naught A divided by T1 by kappa 1 plus T2 by kappa 2 plus etc. Tn divided by kappa n. ഇങ്ങനെയാണ് ആ ഫോർമുല വരിക. ഇത് നേരത്തെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുകൂടെ എക്സാം ഹാളിൽ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അത് നേരത്തെ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് തീർത്ത് വെക്കുക. Now, so C here in this case will be equal to epsilon naught A എന്ന് പറയുന്നത് നമുക്ക് അവർ തൽക്കാലം എഴുതി വെക്കാം, ഡിവൈഡഡ് ബൈ, നോക്കൂ, ഈ മൊത്തം സെപ്പറേഷൻ D എന്ന് എടുക്കുകയാണെങ്കിൽ ഓരോന്നും D/2 ആണ്. കാരണം 1 millimeterലാണ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വെച്ചിരിക്കുന്നത്, ബാക്കി 1 മില്ലി. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 എഴുതാം, അതർവൈസ് we can just write it as D divided by 2. അതായത് ഫസ്റ്റ് ഹാഫ് T1 ഡിവൈഡഡ് ബൈ കാപ്പ 1 എന്ന് പറയുന്നത് 5 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഭാഗത്ത് ഡയലക്ട്രിക്, ദിസ് ഇസ് K is equal to 5 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് 5 ഹിയർ പ്ലസ് T2 ഡിവൈഡഡ് ബൈ K2 എന്ന് പറഞ്ഞാൽ ബാക്കി ഭാഗം വാക്വം ആണ്. വാക്വത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ബാക്കി ഭാഗത്തിൻ്റെ ഡിസ്റ്റൻസ് D/2 ഉണ്ടാവും. ഓൾറൈറ്റ്, സോ വാട്ട് ഡു വി ഡു ഹിയർ? C is equal to, നോക്കൂ, epsilon naught A divided by D/2 into 1/5 plus 1 വരും. Now listen, this becomes 2 epsilon naught A divided by D multiplied with, this will be 6/5 ഇവിടെ വരും. So 5 മുകളിലേക്ക് പോകും. 5 divided by, there will be 6 here. Okay, and that is what we have. Now നമുക്ക് ബാക്കിയുള്ള ടേംസ് കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. Yes, I think there is a slight change here. നോക്കൂ, ദിസ് വിൽ ബി, താഴെയാണ് 6 വരിക, മുകളിലേക്കാണ് 5 പോവുക. നോക്കൂ, ദിസ് ഇസ് 5 + 1, 6 ആണ് മുകളിൽ വരിക, താഴെ 5 വരും, 5 മുകളിലേക്ക് പോകും. സോറി അബൌട്ട് ദാറ്റ്. നൗ ഇനി വി ഹാവ് 2 മൾട്ടിപ്ലൈഡ് വിത്ത് എപ്സിലോൺ നോട്ട്. ആൻസറിൽ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം നമ്മുടെ ഓപ്ഷൻസിൽ എപ്സിലോൺ നോട്ട് ഇരിക്കുന്നുണ്ട്. A is 40 centimeter square എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഇസ് 40 into 10⁻⁻⁴, because we want everything in SI units. മീറ്റർ സ്ക്വയറിലേക്ക്, സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കുന്ന സമയത്ത് വി ഹാവ് എ 10⁻⁻⁴ കറക്ഷൻ കൊടുക്കേണ്ടതുണ്ട് 40 സെൻറ്റിമീറ്റർ സ്ക്വയറിന്. ദാറ്റ് ഇസ് ദെയർ ഇൻറ്റു ഡിവൈഡഡ് ബൈ D എന്നുള്ളത് 2 millimeter ആണ്. മൊത്തം സെപ്പറേഷൻ 2 millimeter ആണ്. 2 into 10⁻⁻3. ദാറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് 6 is what we have. Now, and that epsilon naught അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. Okay, so this actually makes it 10⁻⁻1. And that makes it 4 here, and 2 into, and there is a 5 here. ഇങ്ങോട്ട് പോയ 5 ഓർഡർ ഇരിക്കുന്നുണ്ട്, ഇത് മറക്കരുത്. And then there is 2 here after striking off with 2 downstairs. So finally what we have here will be, ഇത് ഒന്നുകൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ this will be 3. There will be 10/3 ഉണ്ടാവും, ബാക്കി എപ്സിലോൺ നോട്ടും ഉണ്ടാവും. ഓക്കെ, ഈ ചെയ്ത മെത്തേഡ് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ D/2 ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ജനറിക് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 1/5 1 mm/5 അഗൈൻ അനദർ 1 mm/1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇറ്റ് സ്റ്റിൽ വർക്ക്സ് ഔട്ട്. ഞാനൊരു ജനറിക് കേസ് സോൾവ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വാല്യൂ കൊടുക്കുക എന്നുള്ള ഒരു മെത്തേഡിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. റിമെമ്പർ ഹിയർ, നോക്കൂ, ഇവിടെ ദർ വിൽ ബി 2 epsilon naught A divided by D into 5/6 ഉണ്ടാവും. ആ 5/6 ഞാൻ ഇവിടെ കൊടുക്കേണ്ടതാണ്, ശ്രദ്ധിക്കുക. 2, this is 2 epsilon naught ഇവിടെ ഉണ്ട്, ഏരിയ അത് അവിടെ കൊടുത്തിട്ടുണ്ട്, and then that 5 here അത് ഇവിടെ എടുത്തിട്ടുണ്ട്. Now D is here, separation between the plates, and then 6 here what I got. അതുകൊണ്ട് അതെല്ലാം സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടുന്നതാണ് 10/3 epsilon naught farad. The C is the correct option. Okay, നോക്കുക, ദിസ് ഇസ് ആക്ച്വലി ഓപ്ഷൻ ഉദ്ദേശിച്ചത് ഫാരഡ് ആയിരിക്കും, F ആയിരിക്കും, ബട്ട് സ്റ്റിൽ റിമെമ്പർ ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ.
please understand how it is being done. Similar questions ഇനിയും ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുക. ഇത് നിങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കേണ്ടതാണ്. At least once you should actually evaluate അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഒരു തവണ ഡിറൈവ് ചെയ്ത് നോക്കണം. Once you know the derivation, പിന്നെ കൺഫ്യൂഷൻസ് വരില്ല. Alright, next question. Next one. A parallel plate capacitor with plate area A and separation D is equal to 2 meters has 2 meters itself, I guess, 2 meters, has a capacitance of 4 microfarad. The new capacitance of a system, if half of the space between them is filled with a dielectric material of dielectric constant K is equal to 3, as shown in the figure will be. The figure is slightly misleading. The entire region ആ K equal to 3 ഉണ്ട്. ഹാഫ് ഓഫ് ദ സ്പേസ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞത്. ഇതാണ് ഡി സെപ്പറേഷൻ, ഇതാണ് ഒരു പ്ലേറ്റ്, ഇതാണ് രണ്ടാമത്തെ പ്ലേറ്റ്. ഈ സെപ്പറേഷൻ്റെ പകുതി ഭാഗത്തും ഡൈലക്ട്രിക് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ മതി ശരിക്കും ഇവിടെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എ ഡിവൈഡഡ് ബൈ T1 by kappa 1 plus T2 divided by kappa 2 ആണ് നമ്മുടെ ഫോർമുല ഉണ്ടായിരുന്നത്. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് വന്നപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എ ഡിവൈഡഡ് ബൈ D by 2 kappa 1, ഒരു കാപ്പേ ഉള്ളൂ ഫസ്റ്റ് വൺ, പ്ലസ് D by 2 kappa 2 വരും. kappa 2 രണ്ടാമത്തെ ഭാഗം വാക്യൂം ആയതുകൊണ്ട് യു ക്യാൻ ജസ്റ്റ് ലീവ് ഇറ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇതിന് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടാവുക? സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എ, 2 മുകളിലേക്ക് പോവും, താഴെ ഡി ഉണ്ടാവും, ബ്രാക്കറ്റിൻ്റെ അകത്ത് 1 by kappa പ്ലസ് 1 ഉണ്ടാവും. ഓക്കെ, യെസ്, ദാറ്റ്സ് ഹൗ ഇറ്റ് വിൽ ബി. നമുക്കിത് ചെയ്ത് നോക്കാം. അവിടെ സി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എപ്സിലോൺ നോട്ട് എ ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു, നോക്കൂ ഇത് എത്രയാണ് വരിക? ഇവിടുത്തെ എത്രയെന്നാ പറഞ്ഞാൽ K is equal to 3 എന്നാണ് പറഞ്ഞത്. 1/3 plus 1 will be 4/3. അപ്പോൾ താഴെ ഒരു 4/3 ഉണ്ടാവും. ഓക്കെ, that when it goes up you will have C is equal to epsilon naught A divided by D into 3 will go up, 3/2 വരും. Now listen to this very carefully. നോക്കൂ, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ഈ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റൻസ് 4 മൈക്രോഫാരഡ് ആണ്. അത് സിംപ്ലി എപ്സിലോൺ നോട്ട് എ ബൈ ഡി മാത്രമേ വരുള്ളൂ. സോ എപ്സിലോൺ നോട്ട് എ ബൈ ഡി 4 മൈക്രോഫാരഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. സോ ദി ആൻസർ വിൽ ബി സി ഇസ് ഈക്വൽ ടു 3/2 ടൈംസ് 4 മൈക്രോഫാരഡ് ആൻഡ് ദാറ്റ് വിൽ മേക്ക് ഇറ്റ് 6 മൈക്രോഫാരഡ്. 2 കട്ട് ചെയ്ത് പോകുമ്പോൾ 6 മൈക്രോഫാരഡ് ആണ് ആൻസർ വരിക. So this is where we stand. 6 microfarad is the correct answer. നോക്കൂ, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇത് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ആ ഫ്ലോയ്ക്ക് വേണ്ടി ഒന്ന് ഡിറൈവ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. യു ഡോണ്ട് ഈവൻ ഹാവ് ടു റൈറ്റ് ദിസ്. നിങ്ങൾ നേരത്തെ ഈ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല റെഡിമെയ്ഡ് റിസൾട്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ ഡിറൈവ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദിസ് റിസൾട്ട് ആൻഡ് ദെൻ ഇറ്റ് ഇസ് വെരി ഈസി ഫ്രം ദർ. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓൾറൈറ്റ്, നൗ see, an electron with kinetic energy K1 enters between parallel plates of a capacitor at an angle alpha with the plates. It leaves the plate at an angle beta with kinetic energy K2. Then the ratio of kinetic energies K1 is to K2 will be. Now, ഇത് ഡിസ്ക്രിപ്ഷൻ കാണുമ്പോൾ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ഒരു ഐഡിയ, പെട്ടെന്ന് ഐഡിയ കിട്ടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോബ്ലം. നിങ്ങൾ ജസ്റ്റ് ഇത്ര നോക്കിയാൽ മതി. ഏത് ചാർജാന്ന് പോലും നോക്കണ്ട, ഇലക്ട്രോൺ ആണോ പോസിറ്റീവ് ചാർജ് ആണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ മതി ഇത് സോൾവ് ചെയ്യാൻ. നോക്കൂ, ഇതാണ് പ്ലേറ്റ്സ്. സോ ഇഫ് ദിസ് ഇസ് ദ പോസിറ്റീവ് പ്ലേറ്റ് ആൻഡ് ദിസ് ഇസ് ദ നെഗറ്റീവ് പ്ലേറ്റ് ഹിയർ, ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി കൺഫൈൻഡ് ആൻഡ് അത് യൂണിഫോമും ആയിരിക്കും. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, വിച്ച് മീൻസ് എ നെഗറ്റീവ് ചാർജ് വിൽ മൂവ് എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ ആ ചാർജ് ഇങ്ങനെയാണ് കയറുന്നത്. പ്ലേറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ദിസ് ഇസ് സേ ആൽഫ. ആദ്യം എൻ്റർ ചെയ്യുന്നത് ആൽഫ എന്നല്ലേ പറഞ്ഞത്. എൻറ്റേഴ്സ് റീജിയൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ് അറ്റ് എൻ ആംഗിൾ ആൽഫ വിത്ത് ദ പ്ലേറ്റ്സ്. നോക്കൂ, ഇതാണ് വെലോസിറ്റി വെക്ടർ എങ്കിൽ പ്ലേറ്റിൻ്റെ ലൈൻ ഇതാണ്, ഈ ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. നോക്കൂ, ഈ ചാർജ് പാർട്ടിക്കിളിന് വിൽ എക്സ്പീരിയൻസ് നോ ഹൊറിസോണ്ടൽ ഫോഴ്സ് അറ്റ് ഓൾ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ വെലോസിറ്റിക്ക് 2 കോമ്പണൻറ്റ്. ദിസ് ഇസ് സേ V1 ആണെന്ന് വിചാരിക്കുക, എൻട്രി സമയത്തുള്ള V1 ആണെന്ന് വിചാരിക്കുക. സോ ദിസ് വിൽ ബി V1 cos alpha and there also will be V1 sin alpha. ഈ 2 വെലോസിറ്റീസ് ഉണ്ടാവും ഇതിന്. ആൻഡ് ലീവ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺ അങ്ങോട്ട് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. കുറച്ചുകൂടി വലിയൊരു ആംഗിളിലായിരിക്കും ഒരു പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവുക.
But that V2 ആണെങ്കിൽ, if that direction, that velocity is V2, and the direction, the angle that the velocity vector makes with the plates is given as beta. അങ്ങനെയാണെങ്കിൽ ഈ V2ക്ക് ഇങ്ങോട്ടൊരു V2 cos beta ഉണ്ടാവും, ഇങ്ങോട്ടൊരു V2 sin beta ഉണ്ടാവും. The answer is very simple. ഈ ബോഡിക്ക് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമേ ഈ ചാർജ് പാർട്ടിക്കിളിന് ഫോഴ്സ് ഉണ്ടാവുള്ളൂ. There will be no force whatsoever in the horizontal direction, which means horizontal velocity intact ആയിരിക്കും. That is, V1 cos alpha will be equal to V2 cos beta, which means V1 by V2 will be equal to cos beta by cos alpha. നോക്കൂ, V1 by V2 will be cos beta by cos alpha. നിങ്ങളോട് ചോദിച്ചത് കൈനറ്റിക് എനർജി K1 by K2 അല്ലേ? ഡെഫിനറ്റ്ലി കൈനറ്റിക് എനർജി റേഷ്യോ ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും എന്നുള്ളത് ആലോചിച്ച് അറിയാലോ. K1 by K2 എന്ന് പറഞ്ഞാൽ V1 by V2ൻ്റെ സ്ക്വയറിലാണ് വരിക. ആൻഡ് ദാറ്റ് വിൽ ബി cos സ്ക്വയർ ബീറ്റ ഡിവൈഡഡ് ബൈ cos സ്ക്വയർ ആൽഫ. നമുക്കിത് വളരെ സിമ്പിളാണ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ. നമുക്കൊരു പക്ഷേ സംശയം തോന്നിയേക്കാം, ഓക്കെ വെർട്ടിക്കൽ സ്പീഡ് മാറില്ല, ഹൊറിസോണ്ടൽ സ്പീഡ് മാറില്ല, വെർട്ടിക്കൽ സ്പീഡ് മാറും, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണോ, റൂട്ടൊക്കെ എടുത്തിട്ട് റിസൾട്ടൻ വെലോസിറ്റി കണ്ടുപിടിച്ച് ചെയ്യണം എന്നൊക്കെ തോന്നും ഇനീഷ്യലി വായിക്കുമ്പോൾ. ബട്ട് ദ പ്രോബ്ലം ദ തിങ് ഈസ്, ഇഫ് യു സ്റ്റിക്ക് ടു യുവർ ബേസിക്സ്, നിങ്ങളത് ഒരു തവണ വരച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ് വേർ ദ പ്രോബ്ലം ഇസ് ഹെഡിങ്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി cos സ്ക്വയർ ബീറ്റ ബൈ cos സ്ക്വയർ ആൽഫ. That is the answer. So please note how we solve it. Next question. Okay, now the charge flowing in a conductor changes with time as Q of t is equal to alpha t minus beta t square plus gamma t cube, where alpha, beta and gamma are constants. The minimum value of current is, നോക്കൂ, കറണ്ടിൻ്റെ മിനിമം വാല്യൂ കാണാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് തിങ് യു നോ ഇസ് ഡെഫിനറ്റ്ലി ഇഫ് യു ഹാവ് എ ഫംഗ്ഷൻ Q of t, അതിൻ്റെ d by dt ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് I of t, യു ഗെറ്റ് the function of current. So what will be I of t? I of t will be equal to d by dt of whatever the charge function is. അത് എത്രയാണ് വരിക? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എത്രയാണ് പറയൂ? ആൽഫ ടി മൈനസ് ബീറ്റ ടി സ്ക്വയർ പ്ലസ് ഗാമ ടി ക്യൂബ്. നോക്കൂ, ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഓൾറൈറ്റ്, നൗ ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക. സോ I of t will be ആൽഫ മൈനസ് 2 beta t പ്ലസ് 3 ഗാമ ടി സ്ക്വയർ. ഐ തിങ്ക് ദാറ്റ് ഈസ് കറക്റ്റ്. നൗ നിങ്ങൾക്ക് കറണ്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം കിട്ടി. നൗ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് മിനിമം കറണ്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഫംഗ്ഷൻ കണ്ടാൽ തന്നെ, സി ഇഫ് അറ്റ് ഓൾ യു ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി, ഇതിൻ്റെ മിനിമ കാണാനോ മാക്സിമം കാണാനോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് വാല്യൂ ഓഫ് ടിയിലാണ് മാക്സിമയോ മിനിമയോ കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ദിസ് ഇസ് ഹൗ ദ ലോജിക് ഇസ്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി ആൻഡ് ഇഫ് ദിസ് ഇസ് ടി, എവിടെയെങ്കിലും മാക്സിമം മിനിമം വരുന്ന സമയത്ത് അവിടുത്തെ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്, സ്ലോപ്പ് 0 ആയിരിക്കും. which means d by dt of f of t ആ പോയിന്റുകളിൽ 0 ആയിരിക്കും. ഈ ഇക്വേഷൻ ചെയ്തതിന് ശേഷം ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് t ഫോർ വിച്ച് ദിസ് ഹാപ്പൻസ്. അത് ഈതർ മാക്സിമം ആയിരിക്കാം അല്ലെങ്കിൽ മിനിമം ആയിരിക്കാം. ആൻഡ് ദെൻ യൂസ് ദാറ്റ് വാല്യൂ ഓഫ് ടൈം ടു പുട്ട് ഇറ്റ് ബാക്ക് ഇൻ ടു ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി ആൻഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ മാക്സിമം വാല്യൂ ഓർ ദ മിനിമം വാല്യൂ ഓഫ് ഫംഗ്ഷൻ. ഞാൻ ഒന്നുകൂടെ കാര്യം പറഞ്ഞുതരാം. നോക്കൂ, ഇത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയോ ടി സൊല്യൂഷൻസ് കിട്ടും. ടിക്ക് ഏതൊക്കെയോ സെറ്റ് ഓഫ് വാല്യൂസ് വരുമ്പോൾ ആയിരിക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യുക. ആ വാല്യൂ എടുത്തിട്ട് രണ്ടാമതും ഈ പറഞ്ഞ എഫ് ഓഫ് ടിയിൽ കൊടുക്കുക. അപ്പോൾ അതത് സമയത്തുള്ള വാല്യൂ കിട്ടും. അത് മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ ആയിരിക്കും. മാക്സിമം വാല്യൂ കിട്ടുന്ന വേരിയബിൾ എന്താ പറയുക, വേരിയബിൾ ടൈമും അല്ലെങ്കിൽ മാക്സിമം ഓർ മിനിമം വാല്യൂ ഫംഗ്ഷൻ ഈൽഡ് ചെയ്യുന്ന ടി ഇൻപുട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സോൾവ് ചെയ്താൽ കിട്ടുക. ആ ഇൻപുട്ട് കൊടുത്ത് ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ ആ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കാണണം. ഇതാണ് എൻ്റെ ലോജിക്ക്. നൗ അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം ഒരുപാട് സംശയങ്ങൾ ഇവിടെ പെട്ടെന്ന് വരാം. അതായത് ഓക്കെ, മാക്സിമ മിനിമം കാണാൻ രണ്ടും ഇതിൽ വരില്ലേ? ഇപ്പം ഡി ബൈ ഡി ടി ഓഫ് ഐ ഓഫ് ടി ചെയ്ത് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം മിനിമം ഒക്കെ കിട്ടില്ലേ? അപ്പോൾ എങ്ങനെയാണ് ഞാൻ പല വഴിക്ക് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് വരാം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുതരാം, ജസ്റ്റ് നോക്കിയാൽ മതി. ദിസ് ഇസ് ആക്ച്വലി എ ഡൗൺവേർഡ് ഇൻവേർട്ടഡ് പാരബോൾ. അത് കണ്ടറിയാം, ഒരു ഡൗൺവേർഡ് ഇൻവേർട്ടഡ് പാരബോളയുടെ ഇക്വേഷനാണ് ഇത് വരിക. ഓക്കെ,
ഇത് കണ്ടാൽ അറിയാം, ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടാൽ തന്നെ അറിയാം. ഒബ്വിയസ്ലി ഒറ്റ പോയിൻ്റേ ഉണ്ടാവുള്ളൂ വേർ സ്ലോപ്പ് ഇസ് 0. അത് നാച്ചുറലി മിനിമം ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ put an end to all your doubts. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഡു d/dt ഓഫ് I of t is equal to 0. ഗ്യാരൻറ്റീഡ് ആണ്, നിങ്ങൾക്ക് ഒറ്റ സൊല്യൂഷനെ കിട്ടുള്ളൂ. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് നൗ. d/dt ഓഫ് ആൽഫ മൈനസ് 2 ബീറ്റ ടി പ്ലസ് 3 ഗാമ ടി സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി മൈനസ് 2 ബീറ്റ പ്ലസ് 9 no that's actually beta t square ആണ് ലാസ്റ്റ് ഉള്ളത്. this is actually beta t square 3 gamma t square ആണ് ഇവിടെ ഉള്ളത്. so if I do the derivative you have minus 2 beta plus 6 gamma t വരും. and this is equal to 0 equate ചെയ്യാൻ വേണ്ടത് വളരെ ക്ലിയർ അല്ലേ അവിടെ. t is equal to 2 beta divided by 6 gamma ആണ് വരിക. ദാറ്റ് ഈസ് ഒറ്റ ആൻസർ, ഒറ്റ സൊല്യൂഷനെ കിട്ടുന്നുള്ളൂ. ബീറ്റ ബൈ 3 ഗാമയാണ് ടി വരിക. അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടി കറണ്ട് മിനിമം ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളോട് ചോദിച്ചത് ഏത് സമയത്താണ് കറണ്ട് മിനിമം എന്ന് കാണാനല്ല. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് കറണ്ടിൻ്റെ മിനിമം വാല്യൂ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ വാട്ട് ഡു വി ഹാവ് ടു ഡു? കറണ്ടിൻ്റെ വാല്യൂ കാണാനുള്ള ഫംഗ്ഷൻ്റെ അകത്തേക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ള ഇൻപുട്ട് അത് ഏതാത് ടി ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ 3 ഗാമ കൊടുക്കുക. ദാറ്റ് വിൽ ഗിവ് യു I of t is equal to at beta by 3 gamma എന്ന് പറയുന്നത് that will be equal to alpha minus 2 beta into beta divided by 3 gamma plus 3 gamma into beta square divided by 3 gamma square. Okay, so 3 gamma square ആണുള്ളത്. റിമെമ്പർ ദാറ്റ് ഒരു 3 ഗാമ ഇവിടെ നിന്ന് വെട്ടിപ്പോവും. സോ യു വിൽ ഹാവ് ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഗാമ ഇവിടെ ഉണ്ടാവും. ആൻഡ് ദെൻ യു വിൽ ഹാവ് ആൽഫ മൈനസ് 2 ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഗാമ ഉണ്ടാവും. നൗ ഇറ്റ്സ് വെരി ക്ലിയർ. ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ ബൈ 3 ഗാമയാണ് ഇത്. ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ ബൈ 3 ഗാമ ആണ് ആൻസർ വരിക. ആൽഫ മൈനസ് beta square by 3 gamma. D is the correct answer. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ മിനിമൈസേഷൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ആക്ച്വലി എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ സാധാരണഗതിക്ക് സൊല്യൂഷൻ ബുക്കിൽ നോക്കുന്ന സമയത്ത് ഇത് നേരെ ഡയറക്റ്റ് പോവുക ചെയ്യുക. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കേസിൽ ഒറ്റ സൊല്യൂഷനെ കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ സിമ്പിളാണ്. ഇഫ് ഇവിടെ മൾട്ടിപ്പിൾ സൊല്യൂഷൻ കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതിൽ ഏതാണ് മിനിമ ഏതാണ് മാക്സിമ എന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. അത് നിങ്ങൾ മാത്സിൽ പഠിക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ പഠിക്കുന്നുണ്ട്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ക്വസ്റ്റ്യൻ. സോ വിൽ നൗ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. നൗ the space between two concentric conducting spheres of radii a and b is greater than a എന്ന് പറയുന്നുണ്ട് പ്രത്യേകം, is filled with a medium of resistivity rho. The resistance between the two spheres will be, നോക്കൂ, ഇങ്ങനെ 2 സ്ഫിയേഴ്സ് ആണ്. ഒരു റേഡിയസ് എ ആണ്, ഒരു റേഡിയസ് ബി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. Now the current is going radially out. ഇങ്ങനെ റേഡിയലി ഔട്ടായിട്ട് കറണ്ട് ഇങ്ങനെ പോകുന്ന പോലെ വിചാരിക്കുക. നമുക്കറിയേണ്ടത് ഈ പറയുന്ന റീജിയൻ എത്രമാത്രം റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ചോദിക്കണം, നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ റെസിസ്റ്റൻസിനെ പറ്റി ബേസിക്കലി വാട്ട് ഐ നോ ഇസ് R is equal to rho L by A. This is something that I know. നമ്മൾ JEE ഫിസിക്സിൽ നിറയെ ഉപയോഗിക്കുന്ന ഒരു ഐഡിയ ആണ്. ഇഫ് യു വാണ്ട് ടു നോ സംതിങ് ഓവർ എ ലാർജ് സ്കെയിൽ, ഓവർ എ ലാർജ് ഇൻ്റർവൽ, ഇവാലുവേറ്റ് the same quantity for an elemental interval. വളരെ ചെറിയ ഇൻഫിനിറ്റ് സിമ്പിൾ ഇൻ്റർവെല്ലിൽ ആ ക്വാണ്ടിറ്റി ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ റിസൾട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് നേരെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത അതേ കാര്യമാണ് ചെയ്യാൻ പോണത്. നോക്കൂ, ഞാൻ ഇവിടുന്ന് എക്സ് ദൂരത്ത് ഡി എക്സ് തിക്നെസ്സിൽ ഡി എക്സ് തിക്നെസ്സിൽ ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്യും. ഓക്കെ, ആ ഡി എക്സ് തിക്നെസ്സിലുള്ള ആ എലമെൻറ്റിൻ്റെ മാത്രം റെസിസ്റ്റൻസ് ഞാൻ കണ്ടുപിടിക്കും. നമ്മൾ നോക്കുക,
ഈ ഡി എക്സ് എലമെന്റ്, ഈ എലമെന്റ് എത്ര തിക്നെസ് ഉണ്ട്, എത്ര എൽ ഉണ്ട്, എത്ര ലെങ്ത് ഉണ്ട്, അതിന് ലെങ്ത് ഇസ് ആക്ച്വലി ഡി എക്സ്. ഓക്കെ, സോ ഞാൻ ആർ ഫില്ല് ചെയ്യാൻ പോകണം. ഐ കോൾ ഇറ്റ് ഡി ആർ ഡെഫിനറ്റ്ലി. ഡി ആർ മീൻസ് ആ ചെറിയ എലമെന്റൽ ഷെല്ലിന്റെ മാത്രം റെസിസ്റ്റൻസ്. ഡി ആർ വിൽ ബി ഈക്വൽ ടു റോ. റോയ്ക്ക് വേറെ ഫംഗ്ഷൻ ഒന്നുമില്ല, റോ തന്നിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, റോയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഫംഗ്ഷൻ അവിടെ കൊടുക്കേണ്ടി വന്നേനെ, അത് തൽക്കാലം ഇല്ല. അപ്പം ഡി ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഇസ് ആക്ച്വലി ഡി എക്സ് ഹിയർ. എൽ ഇസ് ഡി എക്സ് ഹിയർ. റോ ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ദ ഏരിയ ഹിയർ. ഈ സർഫസ് ഓഫർ ചെയ്യുന്ന ഏരിയ എത്രയാണ്? വോളിയം ഒന്നും ഇവിടെ വേണ്ട, അത് വേറൊരു കേസായിരുന്നു. ഇവിടെ ഏരിയ മാത്രം മതി. കാരണം ആ ഫേസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഏരിയ എത്രയാണെന്ന് ആലോചിക്കുക. ആ സ്ഫെറിക്കൽ ആയിട്ടുള്ള എലമെന്റ് കറണ്ട് ഫ്ലോയ്ക്ക് ഓഫർ ചെയ്യുന്ന സർഫസ് എന്ന് പറയുന്നത് 4πx² ആണ്. 4πx² ആണ്. ഓക്കെ, റോ എൽ ബൈ എ ആണ് ഞാൻ ചെയ്തത് ബേസിക്കലി. ദാറ്റ് ഗിവ്സ് മീ ദ റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് സർട്ടൺ സ്പെസിഫിക് എലമെന്റ്. സോ ഡി ആർ കിട്ടി. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഫോർ മീ ആർ വിൽ ബി ഈക്വൽ ടു ഈ പറഞ്ഞ ഡി ആറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എത്രയും ദൂരം നമ്മളുടെ മെറ്റീരിയൽ ഉണ്ട് എന്നുള്ളത്. എത്ര ദൂരം മെറ്റീരിയൽ ഉണ്ട്? എ മുതൽ ബി വരെ ഉണ്ട്. ആറിൻ്റെ വാല്യൂ അല്ലെ എക്സിൻ്റെ വാല്യൂ എ ആവുന്ന സമയം മുതൽ ബി ആവുന്ന സമയം വരെ നമ്മുടെ മെറ്റീരിയൽ അവിടെ നമ്മുടെ റീജിയൻ അവിടെ റെലവൻ്റ് ആണ്. സോ ഐ ഇൻ്റഗ്രേറ്റ് ദിസ് തിങ് ഹിയർ, റോ ഡി എക്സ് ഡിവൈഡഡ് ബൈ 4πx² ഫ്രം എ ടു ബി. Alright, so r here would then be equal to rho by 4π ഞാൻ പുറത്തേക്ക് മാറ്റുകയാണ്. Then I'll have dx by x² integral. Then I have integral a to b. Now dx by x² will be, the integral will be rho by 4π ഉണ്ടാവും. ഈ കോൺസ്റ്റൻ്റെ ഭാഗമായിട്ടുള്ള rho by 4π അവിടെ തന്നെ ഉണ്ടാവും. And then the answer will be, ഈ ഇൻ്റഗ്രലിൻ്റെ ആൻസർ -1/x ആണ് വരിക. വിത്ത് ലിമിറ്റ്സ് dx by x² ഇൻ്റഗ്രലാണ് പറയുന്നത് കേട്ടോ. -1/x ആണ് വരിക. ദാറ്റ് ഇസ് x raised to -2 + 1 ഡിവൈഡഡ് ബൈ -2 + 1. ദാറ്റ് ഫ്രം with the range, within the range a to b. Okay, so that would then evaluate to rho by 4π ഇൻറ്റു, നോക്കൂ ഇവിടെ മൈനസ് ഉണ്ട്, -1/b -1/a ആണ് വരിക. ദാറ്റ് മേക്സ് ഇറ്റ് 1/a -1/b. So the answer would be rho by 4π into 1/a minus 1/b. Option A is the correct one. നോക്കൂ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇതേ മെത്തേഡ്, ഇതേ ടെക്നിക്ക് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഉപയോഗിച്ചായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ജി. മാത്രമല്ല ജി മെയിനും അഡ്വാൻസ്ഡൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് സ്കില്ലാണിത്. ഒരു എലമെൻ്റൽ ആയിട്ടുള്ള ഒരു റീജിയനിലുള്ള ക്വാണ്ടിറ്റി ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ വലിയൊരു റീജിയനിലേക്കുള്ള ഫോർകാസ്റ്റ് ഇൻ്റഗ്രൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പ്ലീസ് ഗിവ് ഡ്യൂ അറ്റൻഷൻ ടു ദിസ് ക്വസ്റ്റ്യൻ. സോ നൗ വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. Okay, now this question here. A DC source of EMF E1 is equal to 100 volt and internal resistance 0.5 ohm. A storage battery of EMF E2 that is equal to 90 volt and an external resistance R are connected as shown in the figure. For what value of R no current will pass through the battery? നോക്കൂ, ഈ ബാറ്ററി കൂടെ ഒട്ടും കറണ്ട് പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ റിക്വയർമെൻറ്റ്. നമുക്ക് നിങ്ങൾ പൊട്ടൻഷ്യോമീറ്റർ നിങ്ങളുടെ സിലബസിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരിക്കണം. പൊട്ടൻഷ്യോമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടൻഷ്യോമീറ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേനെ. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം, അത് ഈ ഭാഗത്തേക്ക് കറണ്ട് പോകുന്നില്ല. ദാറ്റ് ഈസ് ഈ പറഞ്ഞ E2 വിച്ച് ഇസ് 90 വോൾട്ട് ആണ്. ഈ E2 ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പിനെ ബാലൻസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പിനെ ബാലൻസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ E2. ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദീസ് പോയിന്റ്സ് വിൽ റിമെയിൻ ആസ് 90 വോൾട്ട്. ഇതിലൂടെ കറണ്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ സർക്യൂട്ടിൽ റെലവൻ്റ് ആയിട്ടുള്ള ഒറ്റ പാത്ത് എന്ന് പറയുന്നത് ഇതാ, ദിസ് പാത്ത് ഹിയർ. ഈ പാത്താണ് ഈ സർക്യൂട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു പാത്ത് എന്ന് മനസ്സിലാക്കുക. ഇങ്ങോട്ട് കറണ്ട് പോകുന്നില്ല, അതേസമയം ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സാക്ട്ലി 90 വോൾട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നൗ വാട്ട് ഇസ് ദിസ് 90 വോൾട്ട്? ഇവിടുത്തെ E1 എത്രയാണെന്ന് പറഞ്ഞാൽ 100 ആണ്. 100ൻ്റെ അകത്തുനിന്ന് ഞാൻ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് പോകുമ്പം അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് 100ൻ്റെ അകത്തുനിന്ന് എന്ത് കുറച്ചതാണ്? 100ൻ്റെ അകത്തുനിന്ന് -i × r ചെയ്തതാണ് ഈ പറഞ്ഞ 90 വോൾട്ട് ആയിട്ട് വരിക. സോ 90 വോൾട്ട് ആക്ച്വലി ഈക്വൽസ്
100 minus I into small r. Let's evaluate that. നോക്കൂ, ഇത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതായത് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, ഈ പറഞ്ഞ ബാറ്ററിയിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എക്സാക്ട്ലി 90 വോൾട്ട് വരണം. അതുകൊണ്ടാണ് ഇവിടുന്നുള്ള ചാർജ് ഫ്ലോനെ ഈ ലൈനിൽ ഇയാൾ ഈ EMF ബാലൻസ് ചെയ്ത് നിർത്തുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് വി ഷുഡ് ഇവാലുവേറ്റ്. അപ്പോൾ ജസ്റ്റ് ആ കാര്യം നോക്കുക. 100 മൈനസ് I ഇൻറ്റു R വിൽ ബി ഈക്വൽ ടു 90 വോൾട്ട് എന്ന് കിട്ടും. നൗ എത്രയാണ് കറണ്ട് ഈ സർക്യൂട്ടിൽ ഉണ്ടാവുക എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഈ സർക്യൂട്ട് മാത്രം, ഞാൻ പറഞ്ഞല്ലോ ഈ സർക്യൂട്ട് മാത്രമാണ് ഇവിടെ റെലവൻറ്റ്, മറ്റേ ഭാഗത്തേക്ക് കറണ്ട് ഒന്നും പോകുന്നില്ല. ആ സർക്യൂട്ടിൽ EMF 100 ആണുള്ളത്. ഓക്കെ, 100 ഡിവൈഡഡ് ബൈ ഈ R അറിയില്ല, R പ്ലസ് 0.5 ആണ് ഈ ലൈനിലെ മൊത്തം റെസിസ്റ്റൻസ് വരിക. ഓക്കെ, സോ ബേസിക്കലി ഇവിടുത്തെ കറണ്ട്, ഈ ലൈനിൽ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് വിൽ ബി 100 ബൈ R പ്ലസ് 0.5 ആയിരിക്കും. സോ യു ഹാവ് 100 മൈനസ് 100 ഡിവൈഡഡ് ബൈ R പ്ലസ് 0.5 ടൈംസ് സ്മോൾ r ഇസ് അഗെയിൻ 0.5 ആണ്, ഇസ് ഈക്വൽ ടു 90 വോൾട്ട് എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് മേക്സ് ഇറ്റ് 10 ഇസ് ഈക്വൽ ടു 100 into 0.5 divided by R plus 0.5, that is here 10R plus 5 is equal to, this is 50, that is 10R is equal to 45, R is equal to 4.5, R is equal to 4.5 is the answer. R is equal to 4.5. This is the answer. Right? Now, ഇത് ഇത്രയും കൂടെ കഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഈ പറഞ്ഞ എന്താ പറയുക, ഈ 90 വോൾട്ട് ആണ് ഇതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആലോചിക്കാം. അല്ലെങ്കിൽ 90 വോൾട്ട് ഈ ആറിന് അക്രോസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ I കറണ്ട് കിട്ടുന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഓക്കെ, ഇതർ വേസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതിലൂടെ കറണ്ട് പോകുന്നില്ല. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നോക്കൂ, നോ കറണ്ട് വിൽ പാസ് ത്രൂ ദ ബാറ്ററി എന്ന് പറയുന്നുണ്ട്. ഈ ബാറ്ററി കൂടെ കറണ്ട് പോകാൻ പാടില്ല, വിച്ച് മീൻസ് ഇതിന് അക്രോസ് 90 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. മാത്രമല്ല ഇതിലൂടെ കറണ്ട് പോകാൻ പാടില്ലെങ്കിൽ ആ കറണ്ട് മുഴുവൻ ഈ സർക്യൂട്ടിലൂടെ അങ്ങനെ പോവുക ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ്സിന് അക്രോസ് 90 വോൾട്ടാന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ E1 മൈനസ് IR എന്ത് വരണം പറയൂ, 90 വോൾട്ട് വരണം. ആൻഡ് I കാണുക എങ്ങനെയാണ്, ഈ സർക്യൂട്ട് മാത്രമേ റെലവൻ്റ് ഉള്ളൂ. ആ സർക്യൂട്ടിലെ EMF E1 ആണ്, റെസിസ്റ്റൻസ് സ്മോൾ r പ്ലസ് ക്യാപിറ്റൽ R ആണ്. നിങ്ങൾ ഈ പറഞ്ഞ സമ്മ് സോൾവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എടുക്കാവുന്നതേ ഉള്ളൂ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. That is how we solve this question. 4.5 is the answer. I hope it is very clear. We will move on to the next one. Okay, now ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. A battery of 6 volt is connected to the circuit as shown below. The current I drawn from the battery is. നോക്കൂ, ഈ ബാറ്ററിയിൽ നിന്ന് എത്ര കറണ്ട് ഡ്രോ ചെയ്യുന്ന അറിയേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട് ദാറ്റ് ദിസ് ഇസ് എ ബാലൻസ്ഡ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. 3/6 3/6 ഇത് ബാലൻസ്ഡ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ആണ്. യു ക്യാൻ ആക്ച്വലി റിമൂവ് ദ ബ്രിഡ്ജ്, അതാണ് ബേസിക് തിങ്. ആൻഡ് ദിസ് സർക്യൂട്ട് വുഡ് ദെൻ ബിക്കം, നോക്കൂ ഇവിടെ 3 ഉണ്ടാവും, താഴെ 6 ഉണ്ടാവും. ഓൾറൈറ്റ്, now there is ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് 2 ohm ഇവിടെ എഴുതിയിട്ടുള്ളത്. there is actually a resistance there of 2 ohm and then there is 2 ohm here. പിന്നെ അതിന് ബാറ്ററി കൊടുത്തിരിക്കുന്നത് 6 വോൾട്ട് ആണ്, അതാണ് കറണ്ട് ഡ്രോ ചെയ്യുന്നത്. ഇതാണ് ഇക്വലന്റ് സർക്യൂട്ട് വരിക. 3 + 3 ഇവിടെ this becomes 6 + 6 ഇവിടെ 12 വരും. 12ഉം 6ഉം പാരലൽ വന്ന് എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 into 6 divided by 12 plus 6, that is 72 divided by 18, that is 4. അപ്പോൾ ഇത് 4 ohm ആയി. ഓക്കെ, അതായത് ഈ പറഞ്ഞ സിസ്റ്റം മുഴുവൻ, ദിസ് എൻറ്റയർ തിങ് ബിക്കംസ് ഇക്വലന്റ് ടു 4 ohm. ഇനി നോക്കൂ, 6 വോൾട്ടിന് 4 ohmഉം 2 ohmഉം കൂടെ ആകെ 6 വോൾട്ട് ബാറ്ററി ഉണ്ട്. 6ഉം 4ഉം കൂടെ മീൻസ് 4ഉം 2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ യു ഗെറ്റ് അഗൈൻ ഈ യൂണിറ്റിൻ്റെ മുഴുവൻ 4ഉം ഇതിൻ്റെ 2ഉം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 6 ohm as well. സോ 6/6 1 ആംപിയർ ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്. 1 ആംപിയർ ആണ് നമുക്ക് ഈ സർക്യൂട്ടിലൂടെ
ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ബാറ്ററിയിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് വിൽ ബി 1 ആംപിയർ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് വൺ. ഓൾറൈറ്റ്, നൗ we will move on to the next question. ഇത് വളരെ സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ്. ഇതിലൊന്നും ഒരുപാട് വലിയ ഇവാലുവേഷൻ ഒന്നും ആവശ്യമില്ല. ആകെ മനസ്സിലാക്കേണ്ട കാര്യം ഈ പറഞ്ഞ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഐഡിയ ആണ്. ദാറ്റ്സ് ഓൾസോ അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയൊരു കാര്യമല്ല. ബേസിക് ബാലൻസ്ഡ് വീസ്റ്റൺ ബ്രിഡ്ജ് ആണത്. ഓക്കെ, നെക്സ്റ്റ് ദിസ് ക്വസ്റ്റ്യൻ ഹിയർ. ഇത് കുറച്ചുകൂടെ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിൽ സീ ഹൗ വി സോൾവ് ഇറ്റ്. ഇൻ മീറ്റർ ബ്രിഡ്ജ്, the wire of length 1 meter has a non-uniform cross section such that the variation dr by dl, വളരെ important ആണ്, dr by dl of its resistance R with length L is dr by dl proportional to 1 by root L. നോക്കൂ, dr by dl proportional to 1 by root L ആണ്. The first thing that you can say about it is dr by dl is equal to alpha by root L or some constant divided by root L. Some constant k divided by root L. ഇതാണ് നിങ്ങൾക്ക് ആകെ തന്നിരിക്കുന്ന ഡീറ്റെയിൽ. ഓക്കെ, when two equal resistances are connected as shown in the figure, the galvanometer has zero deflection. There is a connection here. Okay, ആ galvanometer zero deflection കാണിക്കും. അതായത് ആ ബ്രിഡ്ജ് ഇറലവൻ്റ് ആവും. ബ്രിഡ്ജ് ഇറലവൻ്റ് ആവുമ്പോൾ ബേസിക്കലി മീറ്റർ ബ്രിഡ്ജ് ബേസിക്കലി അതൊരു വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് തന്നെയാണ്. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിലെ ബ്രിഡ്ജ് ഇറലവൻ്റ് ആവുന്ന പോലെ ആ റെസിസ്റ്റൻസ് റേഷ്യോ വരുമ്പോഴാണ് മീറ്റർ ബ്രിഡ്ജിലെ ഈ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പോവാതിരിക്കുക. അതായത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആവുമ്പം ഇതിലൂടെ കറണ്ട് പോവില്ല. ദാറ്റ് ഹാപ്പൻസ് വെൻ ദ ബ്രിഡ്ജ് ഇസ് ബാലൻസ്ഡ്. മീറ്റർ ബ്രിഡ്ജിനെ നിങ്ങൾ ഒന്ന് ഉടച്ച് വരച്ച് കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? എക്സാക്ട്ലി വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് തന്നെയാണ് മീറ്റർ ബ്രിഡ്ജും. നൗ the galvanometer has zero deflection when the jockey is at a point P. What is the length AP? ലെങ്ത് എ പി ആണ് കണ്ടത്. നമുക്ക് ഈ ലെങ്ത് എൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് 1 മൈനസ് എൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 0 ആയിരിക്കും ഈ പോയിന്റ്, ഇത് എൽ ആയിരിക്കും. സോ ദിസ് വിൽ ബി 1. ഈ പോയിന്റുകൾ ഓർത്ത് വെക്കുക, നമുക്കത് ആവശ്യം വരും. പിന്നെ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു റെസിസ്റ്റൻസും ഇത്രയും സെക്ഷൻ്റെ ഈ ഒരു റെസിസ്റ്റൻസും ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു റെസിസ്റ്റൻസും ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. നടുക്ക് ആ റീജിയൻ ഉണ്ട്. ഇറ്റ് ഈസ് എക്സാക്ട്ലി എ ബാലൻസ്ഡ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. ഹിയർ യു വിൽ ഹാവ് R dash എന്നാ കൊടുത്തെന്ന് തോന്നുന്നു അല്ലേ? R dash. ഹിയർ അഗെയിൻ യു വിൽ ഹാവ് R dash. ഓക്കെ, താഴെ 2 പോർഷൻ കാണാൻ പറ്റും. ഓക്കെ, ആ 2 പോർഷൻ ഞാൻ തൽക്കാലം വിളിക്കുന്നത് ദിസ് ഇസ് റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഫ്രം 0 to L എന്നും ഞാൻ 0 L എന്ന് എഴുതുകയാണ്. ആൻഡ് ഇതിനെ ഞാൻ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഫ്രം L to 1 എന്നും പറയുകയാണ്. L0 to L ഉം L to 1 ഉം. ഓക്കെ, നോക്കൂ, ഇവിടെ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പോകുന്നില്ലെങ്കിൽ ഈ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്, അതായത് ഈ പോയിന്റ്, ഇതാണ് ഗാൽവനോമീറ്റർ കേട്ടോ. ഈ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കണം, വിച്ച് മീൻസ് ഈ ഭാഗത്തു കൂടെ കറണ്ട് പോകാൻ പാടില്ല. വിച്ച് എക്സാക്ട്ലി മീൻസ് ദിസ് റേഷ്യോ, ഈ രണ്ട് റേഷ്യോയും എക്സാക്ട്ലി എന്തായിരിക്കണം പറയും? സെയിം ആയിരിക്കണം. വിച്ച് മീൻസ് R dash divided by ROL should be equal to R dash divided by RL1. നിങ്ങൾ O2 L ഉം L2 1 ഉം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. യു കട്ട് ബോത്ത് ദീസ് തിങ്സ് ഓഫ്. ഇറ്റ് ഇസ് വെരി ക്ലിയർ. ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വിൽ ബി R of the segment from 0 to L should be equal to R of the segment L to 1. Now ഇത് ഡിഫറെൻ്റ് ആവുന്ന എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് യൂണിഫോം അല്ല. ദാറ്റ് ഇസ് വെരി ക്ലിയർലി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. dr by dl ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആകെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ എൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇവാലുവേറ്റ് ദീസ് റെസിസ്റ്റൻസസ്. നോക്കൂ, ഹൗ ഡു വി ഡു ദാറ്റ്? dr by dl is given as some constant k divided by root L. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതാണ്. So what will be R? dr will be basically k by root L, and R will then be equal to integral k by root L. നോക്കൂ, നേരത്തെ ചെയ്യുന്ന അതേ പ്രോസസ്സാണ് കേട്ടോ. integral k by root L ഏതോട്ട് ഏത് വരെ? ഫസ്റ്റ് കേസിൽ I will have integral k by root L from 0 to L. Okay? In the second case, I will have integral k by root L from L to 1. നോക്കൂ, 0 to L, L to 1.
അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ്സ് ആദ്യമേ അവിടെ മാർക്ക് ചെയ്തത്. കെ ക്യാൻസൽ ചെയ്ത് പോവും. ഇൻ്റഗ്രൽ 1/√L വിൽ ബി integral L raised to minus 1/2 ആണ്. L raised to minus 1/2 plus 1 divided by minus 1/2 plus 1. That will be basically root L divided by minus 1/2 here with limits 0 to L, and then similarly here root L divided by minus 1/2 again with limits L to 1. So finally we have, this will be root L, okay, is equal to root 1 L to 1 alle root 1 minus root L varum. All right, that is basically equal to 2 root L is equal to 1, or L is equal to 1/4, and L is equal to 0.25 will be the answer. L is equal to 0.25 ആണ് ഇതിൻ്റെ ആൻസർ വരിക. L is equal to 0.25. Okay, L is equal to 0.25. See how we do it. കേട്ടോ, ആ ഫ്ലോ ഒന്ന് നോക്കണേ, എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കുക. L is equal to 0.25 ആണ് ഇതിൻ്റെ ആൻസർ വരിക. Alright, നോക്കാം. Let's see whether the option is there. L is equal to 0.25 is the answer. C is the answer. AP ആണ്. AP എന്താണ്? This is the point P. AP is definitely L. Okay, so we will now move to the next question. Okay. Two charged particles having same kinetic energy are allowed to pass through a uniform magnetic field perpendicular to the direction of motion. Now, if the ratio of radii of their circular path is 6/5, 6:5, and their respective masses is in the ratio 9:4, then the ratio of their charges will be. നോക്കുക, ഇതൊരു സാധാരണ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ സാധാരണ കാണുന്ന ഫോർമുല ആയിരിക്കില്ല, എപ്പോഴും കാണുന്ന ഫോർമുല ആയിരിക്കില്ല ഉപയോഗിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ വ്യത്യാസം. നൗ നോക്കൂ, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് സി. ഇപ്പോൾ ഇവിടെ ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ വി ഇങ്ങോട്ടാണ്, ബി ഇൻ ടു ദ പ്ലെയിൻ ആണ്, വി ക്രോസ് ബി അപ്വേർഡ്സ് ആയിരിക്കും ആ ഒരു ഇൻസ്റ്റൻറ്റിൽ, ആൻഡ് വി ക്രോസ് ബി വിൽ ഓൾവേസ് ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് വി ആൻഡ് ബി. അപ്പോൾ അതൊരു സർക്കുലർ പാത്ത് എക്സിക്യൂട്ട് ചെയ്യും. ഇറ്റ്സ് സംതിങ് ദാറ്റ് യു നോ വെരി ക്ലിയർലി. ആൻഡ് mv squared by r will be equal to qvb ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുക. എനിവേസ് r will be, radius of the path will be equal to mv divided by qb എന്നാ വരിക. ഈ ഇവാലുവേഷൻ ഇത് കിട്ടും. r is equal to mv divided by qb. Now this is actually r is equal to p divided by qb. Okay, momentum ആണ് p. p will be root 2m ke. So r is equal to root 2m ke divided by q into b. Now, why do I need this formula here? അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. നോക്കൂ, കൈനറ്റിക് എനർജി ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ നമ്മൾ ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് മൂവ് ചെയ്യുന്നത്. സോ ബേസിക്കലി വി നീഡ് ദിസ് ഇക്വേഷൻ ഹിയർ. ആൻഡ് ചാർജ് റേഷ്യോ ആണ് ചോദിച്ചത്. എനിവേസ് ഈ ഇക്വേഷൻ ഇവിടെ ഉണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ദാറ്റ് r1 by r2 will be equal to root m1 divided by m2 multiplied with q2 divided by q1. നോക്കൂ, അങ്ങനെ എഴുതാൻ പറ്റും. സോ r1 by r2 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ? r1 by r2 is 6/5. So 6/5 is equal to root m1 by m2. m1 by m2 9:4 എന്ന് പറഞ്ഞിട്ടുണ്ട്. So we have root 9/4 that multiplied by q2 divided by q1. What do we need to find out? We need to find out the ratio q1 by q2. So how will we do that? This is 6/5 is equal to 3/2. 12/15 ആണ് q2 by q1 വരിക. q2 by q1 വരിക 12 divided by 15 ആണ്. And that is, if I cancel out 3, what I'll have is, no, let me see, this is 12 divided by 15. ഞാൻ cancel out ചെയ്യുകയാണെങ്കിൽ, what should I cancel out? This will be 3 പോവുകയാണെങ്കിൽ this will be 4 and this will be 5. Now q2 by q1 ആണ് കിട്ടിയിട്ടുള്ളത് 4/5. ചോദിച്ചിട്ടുള്ളത് q1 by q2 ആണ്. q1 by q2 will be 5:4. Please remember that. q2 by q1 will be 4/5 and q1 by q2 will be 5/4. 5/4 ആണ്, 5:4 ആണ് ആൻസർ വരിക. ആൻസർ B, ഓപ്ഷൻ B is the correct one.
Now, ഇതൊക്കെ സാധാരണ ഫോർമുലാസ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് സെക്ഷനിൽ പറയുക. I think this is very clear. ഇത് സാധാരണ ഫോർമുലാസ് മാത്രമല്ല. ഓൺലി തിങ് ഇസ് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫീൽ കിട്ടണം ആ ബേസിക് ഫോർമുലയുടെ ഏത് വേർഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അത് മാത്രമേ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. MV/QB തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ബട്ട് ഓൺലി പ്രോബ്ലം ഇസ് ഞാൻ അതിനൊന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ ഫോമിലേക്ക് മാറ്റി, ബിക്കോസ് ദ ക്വസ്റ്റ്യൻ ഡിമാൻഡ്സ് മീ ടു ഡു ദാറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Now, this is a question. Find the magnetic field at point P. In the figure, the curved portion is a semicircle connected to two long straight wires. Now, ഈ ഫിഗർ കുറച്ച് മിസ്ലീഡിംഗ് ആണ്. ഇറ്റ്സ് നോട്ട് എൻ ഓവൽ ഷേപ്പ്. അത് സെമി സർക്കിൾ ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് വെരി ക്ലിയർ ഇൻ ദ ഫിഗർ ഹിയർ. ജസ്റ്റ് ഡ്രോ ഇറ്റ് വൺസ്. നോക്കൂ, ഇങ്ങനെ ഒരു സെമി സർക്കിൾ ഉണ്ട്. ഓക്കെ, ദെൻ ദർ ഇസ് എ ലൈൻ ഹിയർ. ഓക്കെ, നൗ കറണ്ടിൻ്റെ ഡിറക്ഷൻ പറഞ്ഞിട്ടില്ല. സോ ഐ ജസ്റ്റ് assume the current to be in this direction, or I'll just assume the current to be in. നോക്കൂ, ഡയറക്ഷൻസ് ഒന്നും എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇൻ ടു ദ പ്ലെയിൻ കിട്ടിയാലും ഔട്ട് ഓഫ് ദ പ്ലെയിൻ കിട്ടിയാലും ഇറ്റ് ഇസ് ഓക്കെ. അതുകൊണ്ട് I'll just redraw it with some direction of current. Okay, just imagine current is coming like this. അപ്പോൾ ഇങ്ങനെയാണ് കറണ്ട് വരുന്നതെങ്കിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് നമ്മുടെ ഈ ത്രൂ ഔട്ട് ഈ സെഗ്മെൻറ്റിൻ്റെയും ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് വരിക, ഈ സെഗ്മെൻറ്റിൻ്റെയും ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് വരിക. ബാക്കിയുള്ള സെഗ്മെൻറ്റ് നമുക്ക് നോക്കാം. we'll explain how that works out. Now this കറണ്ട് I ആണ്. ഐൻ്റെ വാല്യൂ ഒന്നും പറഞ്ഞിട്ടില്ല. ദിസ് ഇസ് I here. So I'll call this segment AB. Okay, and then the C എന്ന് വിളിച്ചിട്ട് the D എന്ന് വിളിച്ച് I'll call this E here. Okay, അപ്പോൾ 3 സെഗ്മെൻറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. The first segment is AB, ഒരു സെമി ഇൻഫിനിറ്റ് വയറാണ്. Then you have an arc here, സെമി സർക്കുലർ ആർക്കാണ്. അതിൻ്റെ സെൻറ്ററിലെ ഫീൽഡ് കാണണം. And then you have another semi infinite wire. But this semi infinite wire here, B due to DE ഉണ്ടാവില്ല. കാരണം പറയാം. നോക്കൂ, this point here is on the line that contains the entire wire. ആ വയറിൻ്റെ കറണ്ട് ക്യാരിങ് എലമെൻറ്റിൻ്റെ ഈ പറഞ്ഞ പോയിന്റ് എല്ലാ കറണ്ട് ക്യാരിങ് എലമെൻറ്റിൻ്റെയും എലോങ് ആണുള്ളത്. നിങ്ങൾ IDL sin theta by μ0/4π into IDL sin theta by r² എന്നുള്ള ഫോമുല ബ്യൂസവർ ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു വയർ കറണ്ട് ക്യാരിങ് എലമെൻറ്റിൻ്റെ ആ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് എലമെൻറ്റിൻ്റെ അതേ ലൈനിലുള്ള പോയിന്റിൽ അത് കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. സോ ദിസ് സെഗ്മെൻറ്റ് ഹിയർ, ഈ സെമി ഇൻഫിനിറ്റ് വയറിനെ നമുക്ക് തൽക്കാലം കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് P ഹിയർ ഈസ് ഡ്യൂ ടു B ഡ്യൂ ടു ആരാണ് പറയൂ, ഈ പറഞ്ഞ AB സെമി ഇൻഫിനിറ്റ്. നോക്കൂ, സെമി ഇൻഫിനിറ്റ് ആയിട്ടുള്ള AB എന്നുള്ള സെഗ്മെൻറ്റ് കാരണമുള്ളതുണ്ട്. പ്ലസ് B ഡ്യൂ ടു നോക്കൂ ഈ പറഞ്ഞ സെമി സർക്കിൾ കാരണമുള്ളതുണ്ട് BCD. ഓക്കെ, BCD ഈ സെഗ്മെൻറ്റ് കാരണമുള്ളതുണ്ട്. രണ്ടും എത്രയാണെന്ന് വേറെ വേറെ നോക്കിയാൽ മതി. നോ, ഒരു സെമി ഇൻഫിനിറ്റ് വയർ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഇഫ് ദിസ് ഇസ് എ സെഗ്മെൻറ്റ് ഹിയർ, ഒരു കറണ്ട് ക്യാരിങ് എലമെൻറ്റിൻ്റെ ഒരു സ്ട്രെയിറ്റ് സെഗ്മെൻറ്റ് ആണെങ്കിൽ you draw, if you need to find the magnetic field at a point P here at a certain perpendicular distance R, all you have to do is രണ്ട് angles വരയ്ക്കുക. This is phi2 and this is phi1. You must have studied this formula. It will be μ0 I divided by 4 pi R sin phi1 plus sin phi2. Okay, സെമി ഇൻഫിനിറ്റ് എന്ന് പറയുമ്പം ഒരു ആംഗിൾ 0യും മറ്റേ ആംഗിൾ 90 ആവും. സെമി ഇൻഫിനിറ്റ് ഈ വയർ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, അത് സെമി ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ഇത് അവിടെ സംഭവിക്കുന്ന പോലെ ഈ പോയിന്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതേപോലെയാണെങ്കിൽ ഒരു phi1 ഒരു ആംഗിൾ 0യും മറ്റേ ആംഗിൾ 90യും വരും. ഒബ്വിയസ്ലി ദി ആൻസർ വിൽ ബി μ0 I ഡിവൈഡഡ് ബൈ 4 pi R എന്ന് വരും. കാരണം ഇത് 1 മാത്രമേ ഉണ്ടാവുള്ളൂ, sin phi1 plus sin phi2, which means ഈ സാധനം വരും. ആൻഡ് റിമെമ്പർ ദാറ്റ് ഇസ് അഗൈൻ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് കേട്ടോ. സോ ദാറ്റ് വിൽ ബി ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയതുകൊണ്ട് ഐ ജസ്റ്റ് കോൾ ഇറ്റ് സേ ഒരു ഡയറക്ഷൻ വെക്ടർ ഞാൻ തൽക്കാലം എന്ത് ചെയ്യാം, ഔട്ട് ഓഫ് ദ പ്ലെയിൻ വരുന്നതിന് ഈ പറഞ്ഞ ഡയറക്ഷൻ വെക്ടർ വെച്ചിട്ട്, അതായത് ഔട്ട് ഓഫ് ദ പ്ലെയിനും ഇത് ഇൻ ടു ദ പ്ലെയിനുമാണ്. സോ ഐ ജസ്റ്റ് മാർക്ക് ഇറ്റ് വിത്ത് ദാറ്റ് ഡയറക്ഷൻ. ഡയറക്ഷൻ്റെ നൊട്ടേഷൻ ഞാനത് കൊടുക്കാം എൻ്റെ കൂടെ കേട്ടോ. സോ വി ഹാവ് μ0 I divided by 4 pi R, that is out of the plane. Now ഇയാളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അഗെയിൻ ദാറ്റ് ഇസ് ഓൾസോ ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അപ്പോൾ ആ ഭാഗവും എന്തായാലും ഡയറക്ഷൻ മനസ്സിലായി, ഔട്ട് ഓഫ് ദ പ്ലെയിൻ തന്നെയാണ്. അപ്പോൾ അഡീഷൻ ആണ് ചെയ്യേണ്ടി വരിക. ഐ തിങ്ക് ഓൾ ദി ഓപ്ഷൻസ് ഓൾസോ ഇൻവോൾവ് അഡീഷൻ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ,
ഇത് കാരണം എത്ര ഫീൽഡ് ഉണ്ടാവും നോക്കൂ. ഒരു ഫുൾ സൈക്കിൾ കാരണം, ഒരു ഫുൾ സർക്കിൾ കാരണം, ആൻഡ് പ്ലീസ് റിമെമ്പർ ഈ സെമി ഇൻഫിനിറ്റ് വയറിന് ഈ പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ദൂരം ഇവിടെ 6 തന്നെയാണ് കേട്ടോ. ആ ലൂപ്പിന്റെ റേഡിയസ് 6 തന്നെയാണ് വരിക കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ 6ന്റെ പ്ലേസിൽ 6 തന്നെ ഞാനിവിടെ പ്ലേസ് ചെയ്ത് മനസ്സിലാക്കണേ കേട്ടോ. നൗ ലിസൺ, ഒരു ഫുൾ സർക്കിൾ കാരണം സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ μ0I ഡിവൈഡഡ് ബൈ 2R ആണ് വരിക. ദാറ്റ് ഇസ് μ0I ഡിവൈഡഡ് ബൈ 2R വരും. ബട്ട് റിമെമ്പർ വൺ തിങ് ഹിയർ, ശ്രദ്ധിക്കൂ, ഈ ഒരു കേസിൽ ഫുൾ സർക്കിൾ ഇല്ല, ഹാഫ് സർക്കിൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആർക്കുകൾ വരുമ്പം ദ സ്റ്റാൻഡേർഡ് ഫോർമുലൈസ് നിങ്ങൾക്ക് ഇത് നേരിട്ട് പറഞ്ഞാൽ മതി. μ0I ബൈ 2Rന്റെ പകുതിയേ ഉണ്ടാവുള്ളൂ, കാരണം ഹാഫ് കോൺട്രിബ്യൂഷനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ ഈവൻ ഇൻ സച്ച് കേസസ് ഇഫ് യു ഹാവ് എൻ ആർക്ക് ദർ, നമ്മൾ എന്താ ചെയ്യുക, μ0I ബൈ 2Rന്റെ തീറ്റ ബൈ 2π ഫ്രാക്ഷൻ എന്ന് പറയുക ചെയ്യുക. ഫുൾ സർക്കിൾ ഉണ്ടെങ്കിൽ 2π ഉണ്ടായേനെ. ഇപ്പോൾ ഉള്ള ആർക്കിന്റെ ആംഗിൾ, സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ തീറ്റ ബൈ 2π ഫ്രാക്ഷൻ എന്നാ പറയുക. അപ്പോൾ ഇവിടുത്തെ തീറ്റ വിൽ ബി പൈ, കറക്റ്റ് 1/2 വരും. ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു ദിസ് ഇൻറ്റു 1/, ഇത് ഫുൾ സർക്കിളിൻ്റെ ആണ്. സോ ഫോർ എ ഹാഫ് സർക്കിൾ that will be equal to μ0I divided by 2R, μ0I divided by 2R into 1/2, that is μ0I by 4R. Okay, so we have μ0I divided by 4R. That is also in the same direction. Now, so you basically add these figures. So you have μ0I divided by, in all these options, what do you see? You see 2R outside. So let me just try and adjust my solution to this given set of options. So 2R പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ what I'll have here is 1/2π plus 1/2. I think that satisfies the option. μ0I divided by 2R into 1/2π plus 1/2. This is the answer. Option A is the correct answer. ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 3 key segments അവിടെ ഉള്ളത്. 1 segment, second segment, third segment. First instance തന്നെ ആ third segment irrelevant ആയി, because the point lies along the line of that straight current carrying conductor. ബാക്കി സെഗ്മെന്റ് രണ്ടും ഞാൻ ആഡ് ചെയ്തു. അതിന് ഉപയോഗിച്ചിട്ടുള്ള ഐഡിയാസ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് റിമെമ്പർ ഹൗ വി ഡു ഇറ്റ്. ഇതൊക്കെ നിങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതൊന്നും എക്സാം ഹാളിൽ ചെയ്യാൻ സമയമുള്ള കാര്യങ്ങളല്ല. ബട്ട് ഐ എം ജസ്റ്റ് ഹെൽപ്പിംഗ് യു വിത്ത് ദിസ് ബിക്കോസ് അറ്റ്ലീസ്റ്റ് വൺസ് നിങ്ങളിത് ഒരു തവണയെങ്കിലും ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടാവണം എക്സാമിന് പോകുന്നതിന് മുന്നേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് എക്സാം ഹാളിൽ, നിങ്ങൾക്ക് ഒരിക്കലും എക്സാം ഹാളിൽ ഈ പറഞ്ഞ സാധനം ഇവാലുവേറ്റ് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്കിൻ്റെ ഭാഗമായിട്ട്, നിങ്ങൾ ചെയ്യുന്ന പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ആ ഇവാലുവേഷൻസും അനാലിസിസും പൂർത്തിയാക്കി വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ റെഡിലി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് തിങ്, ഇഫ് യു ഹാവൻ ഡിറൈവ്ഡ് എൻ ഇക്വേഷൻ, നിങ്ങൾക്ക് ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പരിചയം ഇല്ലെങ്കിൽ യു വിൽ നെവർ ട്രസ്റ്റ് ദാറ്റ് ഇക്വേഷൻ, യു വിൽ നെവർ രജിസ്റ്റർ ഇറ്റ്. അതുകൊണ്ട് ഒരു തവണയെങ്കിലും JEE കുട്ടികൾ അത് എന്തായാലും എഴുതി നോക്കിയിട്ടുണ്ടാവണം എന്നുള്ള കാര്യം ഓർക്കുക. ഓൾറൈറ്റ്, next, this question here. 2 concentric loops of radii R1 is equal to 30 centimeter and radii R2 is equal to 50 centimeters are placed in XY plane as shown in the figure. The current is 7 ampere. The current I is equal to 7 ampere is flowing through them in the direction as shown in the figure. ഒരു സ്ഥലത്ത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ആവുമ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് വരികയെന്ന്. ക്ലോക്ക് വൈസ് ആണ്. ആൻഡ് the net magnetic moment, this system of 2 circular loops is approximate. The net magnetic moment of this system of 2 circular loops is approximately. നോക്കൂ, ഈ 2 ലൂപ്പിൻ്റെ കൂടെ നെറ്റ് മാഗ്നറ്റിക് മൊമെൻ്റ് ആവേണ്ട ഒറ്റ കാര്യം മനസ്സിലാക്കുക. 2 ഭാഗത്തും സെയിം കറണ്ടാണ് പോകുന്നത്. മാഗ്നറ്റിക് മൊമെൻറ്റ് ഒറ്റ ലൂപ്പേ ഉള്ളൂ. മാഗ്നറ്റിക് മൊമെൻറ്റ് M will be equal to IA ആണ്. ഓക്കെ, കറണ്ട് സെയിം ആയതുകൊണ്ട് കൂടുതൽ ഏരിയ ഉള്ള ആൾക്കാണ് കൂടുതൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാവുക. അത് മനസ്സിലാക്കുക. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ടു റിമെമ്പർ ഇസ്, നോക്കൂ, വലിയ ഏരിയ ഉള്ള ആൾ പുറത്തുള്ള ആളാണ്. അപ്പോൾ അയാൾ ഇങ്ങനെയാണ് കറണ്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ പ്രകാരം ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഇഫ് ദിസ് ഇസ് XY പ്ലെയിൻ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ, ഇത് XY പ്ലെയിൻ ആണെങ്കിൽ മുകളിലേക്ക്, അതായത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കും K ക്യാപ്പ് ആൻഡ് ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും യുവർ മൈനസ് K ക്യാപ്പ്. അപ്പം ആദ്യം വലിയ ആൾ ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. അപ്പം ഈ പറഞ്ഞ ഫസ്റ്റ് ലൂപ്പിൻ്റെ ഐ കോൾ ഇറ്റ് M1 എത്രയാണ് വരിക എന്ന് നോക്കുക. M1 will be equal to I. കറണ്ട് എത്രയാണ് വരിക? കറണ്ട് will be equal to 7 ആണ്. 7 into, and what is the area?
pi into എത്രയാണ് റേഡിയസ് പറയൂ 50 centimeters അല്ലേ. So I'll call it 0.5 meters, 0.5 square ആണ് വരിക. And that is definitely in minus k cap direction. അത് മറക്കരുതേ, minus k cap direction into the plane ആണ് ഇത് വരിക. That's one point. Now secondly, ഈ പറഞ്ഞ ലൂപ്പ് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആ കറണ്ട് പോകുന്നത്. അപ്പോൾ നോക്കൂ, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ പ്രകാരം നിങ്ങളുടെ ഭാഗത്തേക്കാണ് മാഗ്നറ്റിക് മൊമെന്റ് വരിക. ആൻഡ് ദാറ്റ് വാല്യൂ വിൽ ബി ഐ എ അഗൈൻ. വാട്ട് ഇസ് ഐ? ഐ ഇസ് അഗൈൻ. അപ്പോൾ ഞാൻ എന്താ അടുത്ത ആളുടെ ഇത് ഇപ്പോൾ ബേസിക്കലി മൊത്തം എം ഇഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു m1 വെക്ടർ പ്ലസ് m2 വെക്ടർ. m1 വെക്ടർ കിട്ടിയിട്ടുണ്ട്. m2 വെക്ടർ വിൽ ബി ബേസിക്കലി I again, that is 7 into pi into what will the value be? 0.3 on a radius, 0.3 square. That would make it, the effective value will be minus. And the lorpa minus la varia karana cha greater value iyalana, so bhagayattu minus la niyana answer varia. Minus, I'll take 7 pi out, multiply that with 0.25, and then I have, or then I should have this minus here. The group ചെയ്യുമ്പോൾ ഈ മൈനസ് പുറത്തേക്ക് പോകുന്ന സമയത്ത് I should have minus 0.9 here. Okay, so what would this amount to be approximately? ഇത് ഏകദേശം this will be pi എന്നുള്ളത്, can we take it as 22/7? I think we can take it as 22/7 so that നമുക്കത് cancel off ചെയ്ത് പോവുമല്ലോ. So we have minus 7 into 22/7, that will make it minus 22 into, this is approximately 0.16. Okay, ഏകദേശം അത് എത്ര വരും നോക്കിയാൽ മതി. You have 22 into 0.16. Almost it is close to, just a second, it is close to 3.52. This is 3.52. Almost 3.52 ന് ക്ലോസ് ആയിട്ടാണ് ആൻസർ വരുന്നത്. 3.5 ക്ലോസ് ആയിട്ടില്ല, കാരണം ഇത് 22/6 into 16 ചെയ്ത് കഴിഞ്ഞാൽ 352 വരും. സോ 22 into 0.16 will be 3.52. 3.52 ക്ലോസ് ആയി 3.5 എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ക്ലോസ് ടു എന്ന് പറയുന്നുണ്ട്, അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി 7/2. 7/2 is 3.5. It is close to that answer. And the minus one will be the correct one. Minus 7/2 k cap ampere meter square. This is the correct answer here. അപ്പം ഇതിൻ്റെ ആൻസർ ഇത് വളരെ സിമ്പിളാണ്. മാത്രമല്ല ഡിറക്ഷൻ വ്യത്യാസം വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇങ്ങനൊരു ലൂപ്പുമാണ് വന്നതെങ്കിൽ യു വിൽ ഹാവ് ടു ഡു വെക്ടർ റിസൾട്ടിന് ചെയ്യേണ്ടി വരും. ഇത് സമ്മേഷൻ, വെക്ടർ സമ്മേഷനാണ് അവിടെ എവിടെയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആ വെക്ടർ സമ്മേഷൻ സിമ്പിളാണ്, കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡിറക്ഷൻസിലാണ് അല്ലെങ്കിൽ സെയിം ഡിറക്ഷൻസിനാണുള്ളത്. അപ്പോൾ ജസ്റ്റ് ആ സമ്മേഷൻ്റെ വാല്യൂ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഇഫ് ഇറ്റ് സംതിങ് ലൈക്ക് ദിസ്, ഇങ്ങനെ കറണ്ട് പോകുമ്പം ചിലപ്പം എങ്ങനെയാണ് കറണ്ട് പോകുന്നതെങ്കിൽ മുകളിലേക്കായിരിക്കും ആ എം വെക്ടർ ഉണ്ടാവുക. ഇപ്പം ഇങ്ങനെയാണ് കറണ്ട് പോകുന്നതെങ്കിൽ ഇങ്ങോട്ടായിരിക്കും എം വെക്ടർ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ടൻ്റ് കാണേണ്ടി വരും. ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. ദ പ്രോബ്ലം ഹിയർ ഇസ് വെരി സിമ്പിൾ, ബിക്കോസ് രണ്ടും ഒരേ പ്ലെയിനിലുള്ള ലൂപ്സ് ആണ്, സെയിം ഓർ ഓപ്പോസിറ്റ് ഡിറക്ഷൻസിലാണ് കറണ്ട് ഫ്ലോ വരുന്നത്. വെക്ടർ സമ്മേഷൻ ഇസ് വെരി ഈസി വെൻ യു ഡു ഇറ്റ് അലോങ് ദ സെയിം ലൈൻ. ദാറ്റ് ഇസ് ഹൗ വി സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഇസ് വെരി ഈസി. പക്ഷേ ഇതിൻ്റെ മറ്റ് വേരിയൻറ്റുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. ഓൾറൈറ്റ്. Now, the next question. Now, the magnetic moment of an electron E revolving in an orbit around the nucleus with an orbital angular momentum is given by. Noku, orbital angular momentum ആണ് L vector. Okay, magnetic moment ആണ് mu L vector. Now, ഇതിൻ്റെ റിലേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. Now, ഇത് NCERTയിൽ ഡയറക്റ്റ് ആൻസർ ആയിട്ടുണ്ട്. This is the answer, but I'll tell you what we will get. A minus എന്നുള്ളത് വളരെ റെലവൻ്റ് ആട്ടോ. I'll tell you why that is very relevant. ഇലക്ട്രോൺ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അങ്ങനെ വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. വിൽ സ്റ്റാർട്ട് വിത്ത് എൽ വെക്ടർ ഇവാലുവേറ്റ് ചെയ്യുക ആദ്യം. അതാണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ജസ്റ്റ് ഇമാജിൻ ദ ഇലക്ട്രോൺ ഇസ് റിവോൾവിംഗ് ലൈക്ക് ദിസ്, ദ ഫോർവേഡ് ഡയറക്ഷൻ. ഞാൻ ക്രോസ് ചെയ്ത ഭാഗം മുന്നോട്ടുള്ളതാണെന്ന് വിചാരിക്കുക കേട്ടോ. ഇതിങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകാൻ വിചാരിച്ചോ. ദിസ് ഇസ് ദി ഇലക്ട്രോൺ. ഓക്കെ, നൗ വാട്ട് ഇസ് എൽ വെക്ടർ? L vector here would basically be equal to I omega vector. Okay,
ഐ ഒമേഗ വെക്ടർ വരിക. ഐ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാസ് എം ആണെങ്കിൽ എം ഇ ആണ് നമ്മൾ പറയുക, ഇലക്ട്രോണിൻ്റെ മാസ് എം ഇ എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ മാസ് എം ഇ ആണെങ്കിൽ ഐ വിൽ ബി ഈക്വൽ ടു എം ഇ ഇൻറ്റു ആർ സ്ക്വയർ വരും. എം ഇ ഇൻറ്റു ആർ സ്ക്വയർ ആണ് നമ്മൾ പറഞ്ഞ ഐ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വരിക. ആൻഡ് ദാറ്റ് ഇൻറ്റു ഒമേഗ വെക്ടർ എം ഇ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഒമേഗ വെക്ടർ ആണ് നമുക്ക് എന്ത് വരിക, എൽ വെക്ടർ വരും. ലെറ്റ്സ് കീപ് ഇറ്റ് ദെയർ ഫോർ എ മൊമെൻറ്റ്. നൗ കം ബാക്ക്. മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്ടർ എങ്ങനെ വരിക, അതൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സെയിം ലൂപ്പാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇലക്ട്രോൺ ഇങ്ങനെയാണ് റിവോൾവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇലക്ട്രോൺ ഇങ്ങനെയാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ റെവല്യൂഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് തന്നെ ഒമേഗ വെക്ടർ ഇസ് അപ്പ് ഹിയർ, മുകളിലേക്കുണ്ടാവും ഒമേഗ വെക്ടർ. ഇവിടെ സെയിം ലൂപ്പിൽ ഇലക്ട്രോൺ ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുന്നത് കൊണ്ട് കറണ്ട് വിൽ ആക്ച്വലി ബി ഇൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. അത് മനസ്സിലാക്കുക കേട്ടോ. ഇലക്ട്രോൺ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത്. സോ കറണ്ട് വിൽ ബി ഇൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കറണ്ട് താഴത്തേക്ക് കറണ്ട് ആൻറ്റി ക്ലോക്ക് മീൻസ് കറണ്ട് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് എം വെക്ടർ, അതായത് നമ്മളിവിടെ എം വെക്ടറിന് പകരം നമ്മളിവിടെ കൊടുക്കുന്നത് മ്യൂ എൽ വെക്ടറാണ്. സോ മ്യൂ എൽ വെക്ടർ വിൽ ബി ഡെഫിനറ്റ്ലി ഇൻ ഡൗൺവേർഡ് ഡിറക്ഷൻ. ആ ഒരു കാര്യം മനസ്സിലാക്കുക. റിമെമ്പർ, നൗ എൽ വെക്ടർ അപ്വേർഡ് ഡിറക്ഷൻ ആയിരിക്കും, മ്യൂ എൽ വെക്ടർ ഡൗൺവേർഡ് ഡിറക്ഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒരു മൈനസ് സൈൻ വളരെ പ്രധാനമാണെന്ന് പറയാൻ കാരണം. നൗ വിൽ ഇവാലുവേറ്റ് വാട്ട് മ്യൂ എൽ വെക്ടർ ഇസ്. മ്യൂ എൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് നമ്പർ ഓഫ് ലൂപ്സ് ഒന്നുമില്ല. ഒരു ചാർജ് വട്ടത്തിൽ പോകുന്ന സമയത്ത് ഇറ്റ് ഇസ് ഈക്വലൻ ടു എ കറണ്ട് ഫ്ലോ. ഓക്കെ, ആ കറണ്ട് ഫ്ലോന് കാരണമുള്ള കറണ്ട് എത്രയാണ് വരിക എന്ന് വെച്ചാൽ ജസ്റ്റ് ഇമാജിൻ ക്യൂ എമൗണ്ട് ഓഫ് ചാർജ്, ഇവിടെ ഈ എമൗണ്ട് ഓഫ് ചാർജ് ആണ്. ഈ എന്നുള്ള ചാർജ് ഒരു സർക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സർക്കുലർ പാത്തിലൊരു ക്രോസ് സെക്ഷനിൽ ഇതിങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് പോകുന്നു എന്നുള്ളതാണല്ലോ കറണ്ട് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് എത്ര, അപ്പം കറണ്ട് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജ് എത്രയെന്ന് നോക്കുക, ആ ചാർജിനെ ഒരു സെക്കൻഡിൽ എത്ര തവണ അത് ക്രോസ് ചെയ്യണു എന്നുള്ളതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു സെക്കൻഡിൽ എത്ര തവണ അതാ ക്രോസ് സെക്ഷൻ ക്രോസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്, ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ ആണ്. സോ എഫ്. ഓക്കെ, മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് പോകുന്ന ചാർജ്. ബേസിക്കലി എന്താ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ഒരു സെക്കൻഡിൽ എത്ര ചാർജിലൂടെ പാസ് ചെയ്യുന്നു അതാണ് കറണ്ട്. എത്രയാണ് എലിമെൻ്ററി ചാർജ് നോക്കുക, അത് എത്ര വട്ടം ഇതിലൂടെ പാസ് ചെയ്യണം നോക്കുക, അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ പോകുന്ന പെർ സെക്കൻഡ് ചാർജ് കിട്ടും. ദാറ്റ് ഇസ് കറണ്ട്. സോ ദാറ്റ് ഇസ് എഫ് ഇൻറ്റു ഇ, ഫ്രീക്വൻസി ഇൻറ്റു ദ ചാർജ് വിച്ച് ഇസ് ആക്ച്വലി റിവോൾവിങ്. നൗ ലിസൺ, ഇതാണ് നമ്മുടെ ഐ വരിക. ഓക്കെ, അപ്പോൾ ഐ എത്ര വരും നോക്കൂ. 2πf ആണ് നമ്മൾ പറയുന്ന ഒമേഗ എന്ന് പറയുന്നത്. 2πf is omega. So f will be omega divided by 2π. Okay, so we have I is equal to, or ഇവിടെ current I is equal to omega e divided by 2π വരും. ഓക്കെ, ഇത് കറണ്ട് ആയിട്ടേ ഉള്ളൂ കേട്ടോ. IA ആണ് മ്യൂ എൽ എന്ന് പറഞ്ഞാൽ. മ്യൂ എല്ലിൻ്റെ വാല്യൂ, മ്യൂ എൽ വെക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് I ഇൻറ്റു A ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കേസിൽ പൈ ആർ സ്ക്വയർ വരും. ഓക്കെ, so we have omega e by 2π, that is current, multiply that with area pi into r square. Okay, pi വെട്ടിപ്പോവും. So finally the answer here will be mu l vector the magnitude വരിക. നോക്കൂ, അത് ഇവിടെ ശ്രദ്ധിക്കണേ. mu l vector വരിക, mu l vector will be equal to ഒമേഗയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് I will have omega vector that along with E into pi അവിടെ cancel out ചെയ്ത് പോവും. And then I'll have E, I'll have r square, then I have omega vector by 2. This is what I have. Now, and with a minus sign. A minus sign marker, it's very, very crucial. Minus sign because omega മുകളിലേക്കാണ്, mu l vector താഴത്തേക്കാണ്. Compare these equations. ഇതിൻ്റെ അകത്ത് തന്നെ I can say that ഈ omega vector I can replace it with L vector by MER square. So mu L vector will be equal to minus E R square by 2 into omega vector nu pagaram L vector divided by MER square. R square പോകുന്ന സമയത്ത് mu L vector is equal to minus E divided by 2 MEL vector. All right. ഇതാണ് നിങ്ങളുടെ ആൻസർ വരിക. സി, ഇത് സ്റ്റാൻഡേർഡ് വാല്യൂഡ് നിന്ന് ഓർത്ത് വെക്കാൻ പറ്റും. ഞാനിത് ചെയ്തതിന് ഒരു കാര്യം കൂടിയുണ്ട്. ഐ ടെൽ യു വൈ. സപ്പോസ് നിങ്ങളുടെ ചാർജ് ഇങ്ങനെ ഒരു പോയിന്റ് ചാർജ് വട്ടം കറങ്ങല്ല,
Just imagine you have a ring here of a certain charge Q. Okay, ring ആണ് Q charge എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിലും ഇതേപോലെയാണ് ഈ കാൽക്കുലേഷൻ പോവുക. Imagine it is a disk of Q charge, യൂണിഫോം ചാർജ് ഉള്ള Q ഡിസ്ക് ആണ്, Q ചാർജ് ഉള്ള ഒരു ഡിസ്ക് എന്ന് വെച്ചോളൂ. അത് സ്പിൻ ചെയ്താലും സെയിം ആൻസർ ആണ് വരിക. ഓൺലി തിങ് ഈസ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ ഒരു മൈനസ് സൈൻ വരും. ബിക്കോസ് ഒമേഗ വെക്ടർ ഒരു ഭാഗത്തേക്കും അല്ലെങ്കിൽ എൽ വെക്ടർ ഒരു ഭാഗത്തേക്കും കറണ്ട് കാരണമുള്ള എന്താ പറയുക മാഗ്നറ്റിക് മൊമെന്റ് വെക്ടർ വേറൊരു ഭാഗത്തേക്ക് ആവുന്നുണ്ട്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ സിംഗിൾ ഡിസ്ക്രീറ്റ് ചാർജ് കറങ്ങിയാലും അതേ ഈക്വലന്റ് ചാർജ് വരുന്ന അല്ലെങ്കിൽ അതേ ചാർജ് വരുന്ന ഒരു റിങ്, ഒരു യൂണിഫോംലി ചാർജ് റിങ് കറങ്ങിയാലും യൂണിഫോംലി ചാർജ് ഡിസ്ക് കറങ്ങിയാലും ഒക്കെ സെയിം ആൻസർ വരിക. പ്ലീസ് ട്രൈ ഇവാലുവേറ്റിംഗ് ഇറ്റ് വിത്ത് യുവർ ഓൺ മെത്തേഡ്സ്. ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. ഐ തിങ്ക് വി ഹാവ് ക്ലിയർഡ് ഇറ്റ്, വി ഹാവ് എക്സ്പ്ലെയിൻഡ് ഇറ്റ് റീസണബിളി വെൽ. ഇതാണ് സ്റ്റാൻഡേർഡ് ആൻസർ ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം. ഇറ്റ്സ് ഓൾവേസ് അഡ്വൈസ് ടു ഡു ഇറ്റ് അറ്റ്ലീസ്റ്റ് വൺസ്. ഓൾറൈറ്റ്, നെക്സ്റ്റ്. ഓക്കെ, നൗ two magnetic dipoles X and Y are placed at a separation D with their axes perpendicular to each other. The dipole moment of Y is twice. Dipole moment of Y is twice that of X. A particle of charge Q is passing through their midpoint P at an angle theta is equal to 45 degree. With the horizontal as shown in the figure. Okay, ഒരു ചാർജ് പ്രൊജക്ട് ചെയ്യുന്നു at an angle theta 45 ഡിഗ്രിയിലാണ് പ്രൊജക്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. Where is it? Yes. Now, as shown in the figure, what would be the magnitude of force on the particle at that instant? നോക്കൂ, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇത് ചെയ്യേണ്ട കാര്യമില്ല, ഏത് വഴിക്ക് പോവാന്നുള്ളതൊന്നും അറിയേണ്ട കാര്യമില്ല. ആ ഒരു ഇൻസ്റ്റന്റിൽ എക്സാക്ട്ലി എന്താ കാണേണ്ടത് പറയൂ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആണ് കാണേണ്ടത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആണ് കാണേണ്ടത് ഓൺ ദ ചാർജ് പാർട്ടിക്കിൾ എക്സാക്ട്ലി അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് വെൻ യു പ്രൊജക്ട് ഇറ്റ്. ഒരൊറ്റ കാര്യമാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, നൗ ഹൗ വിൽ വി ഡു ഇറ്റ്? ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക. ആദ്യം ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് എ ജോബ്, ഫസ്റ്റ് ജോബ് ഇൻ ഹാൻഡ്. നോക്കൂ, ലിസൺ, ദിസ് ഇസ് ഡൈപോൾ ഓഫ് ഐ വുഡ് സേ എം. ഇങ്ങോട്ട് എം വെക്ടർ ആണുള്ളത്. ആൻഡ് ഈ പോയിന്റ് പി എന്ന് പറയുന്നത് മിഡ് പോയിന്റിലാന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് ഡൈപോൾ ഇസ് ജസ്റ്റ് ലൈക്ക് ദിസ്, താഴത്തോട്ടാണ് ഡൈപോൾ മൊമെന്റ്. ഇത് ഇങ്ങോട്ടാണുള്ളത്. ദിസ് ഇസ് അഗൈൻ 2m വെക്ടർ ആണ്, റിമെമ്പർ ഇറ്റ്. നൗ നിങ്ങൾ ഇലക്ട്രിക് ഡൈപോളിന് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഇസ് ആപ്ലിക്കബിൾ ഹിയർ ആസ് വെൽ. നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഡൈപോൾ, റിമെമ്പർ ഇറ്റ്സ് എ ഷോർട്ട് ഡൈപോൾ കേട്ടോ. ഷോർട്ട് ഡൈപോളിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അത്രയും സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടുള്ളൂ. ഒരു ഷോർട്ട് ഡൈപോൾ ആണെങ്കിൽ, ഇഫ് ദർ ഇസ് എ ഷോർട്ട് ഡൈപോൾ ഹിയർ, ഇതാണ് പി ആണെങ്കിൽ, പി വെക്ടർ ആണുള്ളതെങ്കിൽ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് തന്നെയാണ് ഉണ്ടാവുക, പി വെക്ടറിൻ്റെ അതേ ഭാഗത്തേക്കാണ് ഉണ്ടാവുക. ദാറ്റ് വിൽ ബി 2kp ഡിവൈഡഡ് ബൈ, ഓർ 2kp വെക്ടർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് വരും. ഓക്കെ, 2kp വെക്ടർ ഡിവൈഡ് ബൈ ആർ ക്യൂബ് വരും. സിമിലർലി ഇങ്ങനെ ഒരു പി വെക്ടർ ഉണ്ടെങ്കിൽ ഇക്വറ്റോറിയൽ ലൈനിലാണെങ്കിൽ, ഷോർട്ട് ഡൈപോൾ ആണെങ്കിലാണേ ഇങ്ങോട്ടാണ് ഫീൽഡ് വരിക. സോ മൈനസ് പി വെക്ടർ ആണ് അതിൻ്റെ ഡിറക്ഷൻ കാണിക്കാൻ ഒരു മൈനസ് ഉണ്ടാവും അവിടെ. സോ മൈനസ് പി വെക്ടർ ഇവിടെ വരും, കെ പി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും യു മസ്റ്റ് ഹാവ് കം അക്രോസ് ദിസ്. എക്സാക്ട്ലി സിമിലർലി വി ഹാവ് എൻ എക്സ്പ്രഷൻ ഹിയർ. ഓക്കെ, ദാറ്റ് എക്സ്പ്രഷൻ വിൽ ബി ഇവിടുത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് യു വിൽ ഹാവ് ഇവിടെയുള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഡ്യൂ ടു ദിസ് ചാർജ്, ദിസ് എന്താ പറയുക, this magnet here, that will be equal to 2m, and that constant mu 0 by 4 pi, whatever be that constant here, I'll put that constant here, and then ഈ directionലാണ് ആ ഫീൽഡ് ഉണ്ടാവുക എന്നുള്ള കാര്യം മറക്കരുത്, ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ഓക്കെ, റെഡി അല്ലേ? സിമിലർലി ഇയാൾ കാരണവും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഒരു കാര്യം ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് മൂവ്മെന്റ് ഇങ്ങോട്ടായതുകൊണ്ട് തന്നെ ആ ഇക്വറ്റോറിയൽ ലൈൻ നോക്കൂ, ഈ മാഗ്നറ്റിന്റെ ആക്സിയൽ ലൈനിലാണ് ഈ പോയിന്റ് ഇരിക്കുന്നത്, ഈ മാഗ്നറ്റിന്റെ ഇക്വറ്റോറിയൽ ലൈനിലാണ് ഈ പോയിന്റ് ഇരിക്കുന്നത്. ഈ ഭാഗത്തേക്കാണ് അതിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉള്ളത്. അതുകൊണ്ട് ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് ഇക്വറ്റോറിയൽ ലൈനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ആൻഡ് ദാറ്റ് വിൽ ബി ഇൻ ദിസ് ഡിറക്ഷൻ ഹിയർ, ആൻഡ് ദാറ്റ് വിൽ ഹാവ് എ വാല്യൂ kp ബൈ ആർ ക്യൂബ് വരിക. അപ്പോൾ ഈ കേസിൽ ദാറ്റ് കോൺസ്റ്റന്റ്, അത് വേറെ കോൺസ്റ്റന്റ് വരിക. എനിവേ m divided by r cube, but remember ഇവിടെ m ന് പകരം 2m ആണ്. So you will have 2m again here.
ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. 2mk ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് മുകളിൽ സൈഡിലേക്കുണ്ട്. സിമിലർലി ഇവിടെ എമ്മിൻ്റെ കൂടെ 2 ഉണ്ട് കേട്ടോ. 2m ആണുള്ളത്. ഓക്കെ, ഐ ഹവ് റിട്ടൺ ഇറ്റ് ദെയർ അല്ലേ? ഐ തിങ്ക് ഐ ഹവ് റിട്ടൺ ഇറ്റ് ദെയർ. നോക്കൂ, ഇതിൻ്റെ കൂടെ ഒരു 2 ഉണ്ട്, ആർ ക്യൂബ്. റീസൺ ബീയിങ്, നോക്കൂ, ഇതിൻ്റെ 2m ആണ്, ഇതിൻ്റെ m ആണ്. ഓക്കെ, ഈ കമ്പാരിസൺ മനസ്സിലാക്കുക. അപ്പം ഇങ്ങോട്ട് 2mk ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ഉണ്ടാവും. 2mk ഡിവൈഡ് ബൈ ആർ ക്യൂബ് ഇങ്ങോട്ട് ഉണ്ടാവും. അതേപോലെ ഈ ഭാഗത്തേക്കും 2mk ബൈ ആർ ക്യൂബ് തന്നെയാണ് വരുന്നത്. വെയിറ്റേജ് ശരിക്കും വ്യത്യാസമുണ്ട്. ആക്സിയൽ ലൈനിൽ എപ്പോഴും കൂടുതലായിരിക്കും ഇക്വറ്റോറിയൽ ലൈനേക്കാളും. പക്ഷേ ഇവിടുത്തെ സെക്കൻഡ് ആയിട്ടുള്ള ആളുടെ മാഗ്നറ്റിക് മൊമെന്റ് ഡബിൾ ഉള്ളത് കൊണ്ട് ആ ഡിഫറൻസ് ഇല്ലാതെയാവുക ചെയ്യുന്നത്. വിച്ച് ബേസിക്കലി മീൻസ് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ആക്ച്വലി എ റിസൾട്ടന്റ് ഓഫ് ദീസ് ടു ഫീൽഡ്സ്. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി സൂപ്പർ പൊസിഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് മാഗ്നറ്റ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദി അതർ മാഗ്നറ്റ്. ഓക്കെ, അത് രണ്ട് ഈക്വൽ കിട്ടിയതുകൊണ്ട് ഐ ക്യാൻ സേ ദാറ്റ് ഈ റിസൾട്ടന്റ് വിൽ ബി ദി ആംഗിൾ ബൈസെക്ടർ ഓഫ് 90. അതായത് ഈ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ വരിക കറക്റ്റ് 45 ഡിഗ്രിയിലായിരിക്കും. 45 ഡിഗ്രിയിലായിരിക്കും നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് വരിക. പ്ലീസ് റിമെമ്പർ ദാറ്റ് 45 ഡിഗ്രിയിൽ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് വരും. വിച്ച് മീൻസ് നിങ്ങൾ ഈ ചാർജ് പ്രൊജക്റ്റ് ചെയ്യുന്നതും നെറ്റ് മാഗ്നറ്റിക് ഫീൽഡും രണ്ടും ഒരേ ലൈനിലാണ്. നെറ്റ് മാഗ്നറ്റിക് ഫീൽഡും പ്രൊജക്റ്റ് ചെയ്യുന്ന ചാർജും ഒരേ ലൈനിലാണെങ്കിൽ നോക്കൂ, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് FB is equal to Q into V cross B. If V and B are parallel, അതിൻ്റെ വാല്യൂ 0 ആവും. So at this instant, just because the magnetic field B at point P and the velocity of the projected particle V vector at that point P is both along the same lines, it means V cross B 0 ആവും. FB will be 0. So the answer actually is 0. Despite all these big options, answer 0 വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാക്ട് ഫോർമുല ഓർമ്മയില്ലെങ്കിലും you can actually compare it with the formulas that you see in എന്താ പറയുക ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇലക്ട്രിക് ഡൈപോൾ കാരണം ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയൽ ലൈൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണുന്ന ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇറ്റ് ഇസ് ഈസി. നൗ നെക്സ്റ്റ് വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾറൈറ്റ്, നൗ സീ the BH curve for a ferromagnet is shown in the figure. Okay, the ferromagnet is placed inside a long solenoid with 1000 turns per centimeter. Please look at the unit. Adu bhayangara tricky aanu keto. 1000 turns per centimeter aanu. Now the current that should be passed in the solenoid to demagnetize the ferromagnet completely is, നോക്കൂ, ഫെറോമാഗ്നറ്റ് ഡീമാഗ്നറ്റൈസ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ പോയിന്റ്. നോക്കൂ, അവിടെ കറക്റ്റ് നിങ്ങൾക്ക് ചിലപ്പം വിഷ്വലി കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ ആക്ച്വലി ആ പോയിന്റിലെ മാഗ്നറ്റൈസിങ് ഫീൽഡ്, അതായത് നോക്കൂ, ഞാൻ ഒരു മാഗ്നറ്റൈസിങ് ഫീൽഡ് കൊടുത്ത് ആ മാഗ്നറ്റൈസിങ് ഫീൽഡ് വിത്ഡ്രോ ചെയ്ത് മാഗ്നറ്റൈസിങ് ഫീൽഡ് 0 ആവുമ്പോഴും ദർ വിൽ ബി സം റെസിഡ്യുവൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ കോർ. ബിയിൽ ഇപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. Now I reverse the direction of magnetizing field to demagnetize the core. അപ്പോൾ ഞാൻ റിവേഴ്സ് ചെയ്ത് ഏതൊരു certain value of H എത്തുന്ന സമയത്ത് B എന്താവുന്നുണ്ട് പറയൂ, 0 ആവുന്നുണ്ട്. So that is approximately where I say that the core is demagnetized. Approximately, I'll explain why I say that. That is approximately when I say that the core is demagnetized. So മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഡീമാഗ്നറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി വരുന്ന H എന്ന് പറയുന്നത് in the opposite direction of course is 100 ampere per meter ആണ്. ഓക്കെ, 100 ampere per meter ആണ് എൻ്റെ മാഗ്നറ്റൈസിങ് ഫീൽഡ് റിക്വയർഡ് ടു ഡീമാഗ്നറ്റൈസ് ദ കോർ. ഓക്കെ, ഇനി ഈ മാഗ്നറ്റൈസിങ് ഫീൽഡ് കൊടുക്കുക ഡെഫിനറ്റ്ലി ഒരു സോളിനോയിഡ് യൂസ് ചെയ്തിട്ടാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. നോക്കൂ, the current that should be passed in a solenoid to demagnetize the ferromagnet. അപ്പം ഈ സോളിനോയിഡിൽ ഏത് കറണ്ട് കൊടുത്താലാണ് ഈ കോറിൽ അല്ലെങ്കിൽ ഏത് കറണ്ട് കൊടുത്താലാണ് ആ സോളിനോയിഡായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാഗ്നറ്റൈസിങ് ഫീൽഡ് 100 ആവാൻ നോക്കുക. ദാറ്റ്സ് വാട്ട് യു ഷുഡ് ഡു. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, H is equal to 100 കിട്ടുകയും വേണം. ആൻഡ് യു നോ ദാറ്റ് ഫോർ എ സോളിനോയിഡ്, നോക്കൂ, ഇതൊരു സോളിനോയിഡ് ആണെങ്കിൽ ഓൾവേസ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട് ദാറ്റ് ദ മാഗ്നറ്റൈസിങ് ഫീൽഡ് കൊടുക്കുന്ന മാഗ്നറ്റൈസിങ് ഫീൽഡ് നമ്മൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ സോളിനോയിഡ് ആണ്. ഐ പാസ് എ കറന്റ് ത്രൂ ഇറ്റ്. ആ സോളിനോയിഡിൻ്റെ കോറിൽ ദർ വിൽ ബി എ മാഗ്നറ്റൈസിങ് ഫീൽഡ്. നൗ ഓൾവേസ് റിമെമ്പർ B is equal to mu 0 into H. ഈ ഒരു ഐഡിയ ഓർത്ത് വെക്കുക. വാക്വം ആണെങ്കിൽ
B is equal to mu 0 into H. But what you should remember is that here H is 100. So remember, ഇവിടെ സോളിനോയിഡിന്റെ അകത്താണെങ്കിൽ ഈ എച്ചിന്റെ സ്ഥാനത്ത് ഇരിക്കുക. യു നോ ദാറ്റ് സോളിനോയിഡിന്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് B is equal to mu 0 Ni ആണ്. So Ni here matches with H. So what I know here is H should be equal to Ni. So Ni ആണ് എന്തിന് ഈക്വൽ ആവേണ്ടത്? 100ന് ഈക്വൽ ആവേണ്ടത്. So please remember this. Ni should be equal to 100 ആണ് നമുക്ക് വേണ്ട ആൻസർ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള I എത്ര എന്നുള്ളതാണ് ചോദ്യം. So we'll do this now. So N is number of turns per unit length. അത് ടേൺസ് പെർ മീറ്റർ ആണ് വേണ്ടത്. നോക്കൂ, 1000 ടേൺസ് പെർ സെന്റിമീറ്റർ ആണെങ്കിൽ ദാറ്റ് ഇൻറ്റു 100 10⁵ ടേൺസ് പെർ മീറ്റർ ആണ് സ്മോൾ എൻ വരിക. സ്മോൾ എൻ ഇസ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് കേട്ടോ. ടേൺസ് പെർ യൂണിറ്റ് നിങ്ങൾക്കറിയാം, ക്യാപിറ്റൽ എൻ അല്ല സ്മോൾ എൻ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് വേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് 1000 ടേൺസ് പെർ സെന്റിമീറ്റർ എന്നാണ്. ദിസ് ഇസ് ആക്ച്വലി SI-ലല്ല, നമ്മൾ SI യൂണിറ്റിലേക്ക് മാറ്റണം. ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ഇൻറ്റു I is equal to 100 here. Okay, so I is equal to 100 divided by 10⁵. That is 10⁻³ 1 milliampere ആണ് ആൻസർ വരിക. And even when I solve it, I'll tell you that there is a slight catch in this idea. ഇതിൽ ചെറിയൊരു തിയററ്റിക്കൽ ആയിട്ടുള്ളൊരു നുവാൻസ് ഉണ്ട്. അത് നമ്മൾ എപ്പോഴെങ്കിലും ഡിസ്കഷൻ സെഷനിൽ നമുക്കത് പഠിക്കാം. ബട്ട് ഈ ക്വസ്റ്റ്യൻ ഇത്ര ഡെപ്തിൽ മാത്രമേ നിങ്ങളോട് ഇവാലുവേറ്റ് ചെയ്യാൻ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദർ ഇസ് എ സ്ലൈറ്റ് ക്യാച്ച് ഹിയർ. ഒരു ചെറിയൊരു ഒരു കോൺസെപ്ച്വൽ ക്ലാരിഫിക്കേഷൻ ഇതിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ബട്ട് ദറ്റ് ഇസ് ആക്ച്വലി ലിറ്റിൽ ബിയോണ്ട് യുവർ സ്കോപ്പ് അറ്റ് ദ മൊമെൻറ്റ്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ഇത്രയും ഡീറ്റെയിൽസ്, ഇത്രയും ഡേറ്റ മാത്രം തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ ഇങ്ങനെ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. That is how you should understand it. All right. So the answer here is 1 milliampere. Please remember it. We will go to the next question. Okay. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നീട് നിങ്ങൾ തന്നെ ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. കാരണം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് യു ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. All right. Now next question. The volume charge density of a sphere of radius 6 meters is 2 microcoulomb per centimeter. Per centimeter cube. All right. Now, the number of lines of force per unit surface area. Number of lines of force per unit surface area is basically flux. So, they are coming out from the surface of the sphere is. Now, phi is equal to closed surface integral E dot ds. All right. Phi is total flux. Okay, wait 1 second here. Noku, number of lines per unit surface. See, basically this is what we have. Namukku vendadu what we should evaluate is the electric field here. Keto. Noku, number of flux, I just have a slight correction there. Number of lines of force passing per unit surface area എന്ന് പറയുന്നത്, that is actually the electric field that you are supposed to calculate here. Number of field lines passing through a surface ആണ് അവിടുത്തെ total flux. Okay, so basically നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, if this is the Gaussian surface, നിങ്ങൾ എടുത്ത surface ഇതാണെങ്കിൽ your flux is equal to closed surface integral E dot ds ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ അറിയാലോ, റേഡിയലി ആണ് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻസിലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് പോവുക. സോ ദിസ് വിൽ ഇവാലുവേറ്റ് ടു E into 4 pi r square. ഓക്കെ, E into 4 pi r square ആവും ഈ സാധനം. ഇനി നമ്മൾ ചെയ്യില്ല, സിമെട്രി ഉണ്ട്, E dot ds എല്ലാ ഭാഗത്തും ഒരേ പോലെ ഉണ്ടാവുക നമുക്കറിയാം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. Now this is phi. Now listen here. Phi divided by 4 pi r square is equal to E. Okay, ചോദിച്ചിരിക്കുന്നത് phi by 4 pi r square ആണ്. Number of lines of force per unit surface area. I hope that is clear now. ഞാനിത് അറിയാതെ ഇത് വായിക്കുന്ന സമയത്ത് ഫ്ലക്സ് ആണെന്നുള്ളത് ചിന്തിച്ചു പോയിട്ടുണ്ട്, which is actually wrong. നിങ്ങൾക്ക് അത് ഞാൻ ഡീറ്റെയിൽ സൈഡിൽ തന്നിട്ടുണ്ട്. ഫ്ലക്സ് ആണ് E into 4 pi r square വരിക. So flux by 4 pi r square will be E. Field lines passing through the surface per unit area will be electric field. All right. Now, electric field evaluate ചെയ്യണം. നോക്കൂ, യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. റോ ഒരു കോൺസ്റ്റന്റ് റോ ആണ്. നോക്കൂ, വേറെ ഫങ്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് സർഫസ് ഓഫ് ദ സ്ഫിയർ ആ പറഞ്ഞത്. നോക്കൂ, ഇവിടെ ഉള്ളത് കാണാനാ പറഞ്ഞത്. നിങ്ങൾ ഇതിനകം തന്നെ ഈ ഫോർമുല പഠിച്ചിട്ടുണ്ടാവും.
rho r divided by 3 epsilon naught ആണ് ഇതിൻ്റെ ആൻസർ വരിക. പ്ലീസ് റിമെമ്പർ ഇറ്റ്. കാരണം ഇതാണ് എനിവെയർ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ആർ ഇൻസൈഡ് ദ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, ഇൻസൈഡ് ദ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വരിക. ഇതാണ് ഫോമുല വരിക. ആൻഡ് എക്സാക്ട്ലി അറ്റ് ദ സർഫസ് ആവുന്ന സമയത്ത് that becomes E of R is equal to rho into capital R divided by 3 epsilon naught. So our job remains our job finally boils down to solving this expression here. Let's evaluate that. Rho എന്താ വരിക പറയൂ? Rho is 2 micro coulomb per centimeter cube ആണ്. So 2 into 10 raised to minus 6 per centimeter cube ആയതുകൊണ്ട് you have to do 10 raised to 6 to make it per meter cube. Okay. ചാർജ് പെർ മീറ്റർ ക്യൂബ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ദാറ്റ് ഇസ് ബിക്കോസ് SI യൂണിറ്റിലാണ് നമ്മൾ എല്ലാ കാൽക്കുലേഷൻസും ചെയ്യേണ്ടത്. ആൻഡ് ദെൻ യു ഹാവ് വാട്ട് യു ഹാവ് ഹിയർ ആർ എന്താ വരിക? ആർ ഇസ് 6 meters. നോക്കൂ ബാക്കിയെല്ലാം മീറ്റേഴ്സിൽ തന്നിരിക്കുകയും ചെയ്തു കേട്ടോ. 6 meters ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു വാട്ട് ഇസ് എപ്സിലോൺ നോട്ട്? ദാറ്റ് ഇസ് 8.85 into 10 raised to minus 12. So these things cancel out. I have 12 divided by 3 into 8.85 into 10 raised to minus 12. When this goes up, I have 10 raised to 12 multiplied with 12 divided by, this is approximately, this is little less than say ഒരു 27-നെക്കാളും കുറച്ച് കുറവായിരിക്കും. എനിവേസ് I'll just write this 3 into 8.85 എന്ന് വരും. Now answer is required as something into 10 raised to 10. So I make it 1200 divided by 3 into 8.85. All right. Now, okay. Now this is what we have. This is solving in a summit. Approximately you get 45.19 whereabout la area. All right. So please understand that the answer will be rounded off to the nearest integer, that is 45. So the answer here will be 45. അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള സമയം ലെറ്റ് us not waste it. നിങ്ങൾ അത് ഇവാലുവേറ്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. 45 into 10 raised to 10 ന്യൂട്ടൺ പെർ കൂളംബ് ആണ് അതിൻ്റെ ആൻസർ വരിക. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സി ഐ മെയ്ഡ് എ സ്ലൈറ്റ് ജഡ്ജ്മെൻറ്റ് എറർ ഹിയർ വെൻ ഐ ബിഗാൻ റീഡിങ് ദ ക്വസ്റ്റ്യൻ. അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ലൈൻസ് ഓഫ് ഫോഴ്സ് പെർ യൂണിറ്റ് സർഫസ് ഏരിയ കമ്മിങ് ഔട്ട് ആണ് വേണ്ടത്. ദാറ്റ് ഇസ് ബേസിക്കലി ദി ഇലക്ട്രിക് ഫീൽഡ്. ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ ദ ഏരിയ ആണ് ചോദിച്ചെങ്കിൽ ദാറ്റ് ഇസ് ഫ്ലക്സ്. ആ ഫ്ലക്സിനെ പെർ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ഫീൽഡ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ ആ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹവ് റിട്ടൺ ഡൗൺ ഹൗ വി കാൽക്കുലേറ്റ് ഇറ്റ് ആൻഡ് ദെൻ വി ഹവ് ഇവാലുവേറ്റഡ് ഇറ്റ്. സോ പ്ലീസ് റിമെമ്പർ ഇറ്റ്. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, fine. Next. In the circuit diagram shown in the figure given below, the current flowing through the resistance is 3 ohm. The resistance 3 ohm is x by 3 ampere. The value of x is, നോക്കൂ, 3 ആംപിയറിലൂടെ പോകുന്ന കറണ്ട് ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 3 ഇതിൻ്റെ മൊത്തം റെസിസ്റ്റൻസ് ഒന്ന് കാണണം. ഇഫക്റ്റീവ് EMF ഈ ഈക്വലൻ്റ് വരിക, ദാറ്റ് വിൽ ബി 8 - 4. കാരണം പൊളാരിറ്റി നോക്കുമോ, ആ സെല്ലിൻ്റെ പൊളാരിറ്റി കണ്ടോ? ഇത് ശരിക്കും ആക്ച്വലി സെൽസ് ഇൻ സീരീസ് ആണ്. പൊളാരിറ്റി റിവേഴ്സ്ഡ് ആയതുകൊണ്ട് യു വിൽ ഗെറ്റ് 8 - 4. 4 ആണ്, 4 വോൾട്ട് ആണ് ഇക്വലൻ്റ് EMF വരിക. Now what will be the equivalent resistance? ഇത് 4.5 ആണ് വരിക. That is there of course. And then I'm looking at R equivalent കേട്ടോ. R equivalent കിട്ടിക്കഴിഞ്ഞാൽ സർക്യൂട്ടിലൂടെ മൊത്തം പോകുന്ന കറണ്ട് കിട്ടും. പിന്നെ അത് ഡിവൈഡ് ചെയ്താൽ മതി. Let's see how it works out. R equivalent will be ഒന്നിവിടെ 4.5 ഉണ്ട്. And then I have everything is in series. Now here ഒരു parallel combination ഉണ്ട്. പക്ഷെ അതിന് എനിക്ക് effective ആക്കാൻ പറ്റും. So that is 6 into 3 divided by 6 plus 3. That is 18/9. That is 2 here. Okay. So there's 2 here, and then there is നോക്കൂ ഇവിടെ ഒരു 1 ohm ഉണ്ട്, and then there is again ഒരു 0.5 ഉണ്ട്. Okay, this becomes 8 in all. അല്ലേ, മൊത്തം റെസിസ്റ്റൻസ് 8 വരും. So R equivalent will be 8. So basically current I will be equal to V by R, that is 1/2 amp വരും. Alright, 1/2 amp ആണ് ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുക. Now ഈ 1/2 amp will come here and would look to divide across two possible sources, two possible resistance, two possible paths. ഇത് 3 ohm ആണ്, ഇത് 6 ohm ആണ്. നിങ്ങൾക്ക് കറണ്ട് ഡിവിഷൻ റൂൾ അറിയുണ്ടാവും. ഇവിടെ വരുന്ന കറണ്ട് ഐയും ഇതിലൂടെ പോകുന്ന കറണ്ട് I1ഉം ഇതിലൂടെ പോകുന്ന കറണ്ട് I2 ആണെങ്കിൽ
I1 will be equal to R2 divided by R1 plus R2 into I. This fraction of I ആണ് വരിക. Please understand that. The current division rule ആണ്. ഇത് നിങ്ങൾ ഒരുപാട് തവണ കാണുന്നതായിരിക്കും. I2 will be equal to R1 divided by R1 plus R2 of I. Remember this. നോക്കൂ, ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട എന്താ, നമുക്ക് 3 പോകുന്ന കറണ്ടാണ് വേണ്ടത്. ദാറ്റ് ഇസ് 6 divided by 6 plus 3 of 1/2 amp. നോക്കൂ, കറണ്ട് I എന്നുള്ളത് 1/2 amp ആണ്. So what do I have here? This is 6/9, that is 2/3 into 1/2. 2/3 into 1/2. 2 cut ചെയ്ത് പോകും. Answer will be 1/3. 2/3 into 1/3, yes. X/3 ആണ് ഞാൻ പറയുന്നത്. X/3 ആംപിയർ ആണ് 3 ഓമിലൂടെ പോകുന്നത്. അപ്പോൾ X എന്താണെന്ന് ചോദിച്ചത്, ഈ 3 ഓമിലൂടെ പോകുന്നത് is actually 1/3 ആയതുകൊണ്ട് X will then have to be 1/3. കമ്പയർ ചെയ്യുക X/3 ആയിട്ട്, X will have to be 1. റൈറ്റ്, Xൻ്റെ ആൻസർ 1 ആണ് വരിക. സോ 1 is the numerical answer here. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ 45 ആണ്. ഞാനത് പറഞ്ഞോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. This is what you are required to find out. That is exactly 45. This one here would be 1. ഓക്കെ, ഇൻറ്റിജർ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് പലപ്പോഴും ചോദിക്കുന്ന വേറൊരു വാല്യൂ ഇവാലുവേറ്റ് ചെയ്യേണ്ടാവുക. ആ വാല്യൂയിൽ എവിടെയെങ്കിലും ഒരു പ്ലേസ് കൊടുത്തിട്ടുണ്ടാവും ടു അഡ്ജസ്റ്റ് ഇറ്റ്. സോ റൈറ്റ്, നൗ നെക്സ്റ്റ് സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ. When a resistance of 5 ohm is shunted with a moving coil galvanometer, it shows a full scale deflection for a current of 250 milliampere. Please note it very, very carefully. 250 milliampere ne full scale deflection കാണിക്കും ആ galvanometer എന്നാ പറയുന്നത്. However, when 1050 ohm resistance is connected with it in series, it gives full scale deflection for 25 volt. The resistance of the galvanometer is, now listen, ഈ galvanometer നമ്മൾ ഇവിടെ വെക്കുകയാണ്, and it has a resistance, certain resistance Rg. Okay, Rg ഇവിടെ ഉണ്ട്, and then there is, I have shunted it with, ആദ്യത്തെ കേസ് എന്താ പറയുന്നത്, ഫസ്റ്റ് കേസ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. ഫസ്റ്റ് കേസിൽ it is shunted with, okay, 5 ohm. ഒരു 5 ohm ഇവിടെ കൊടുക്കുന്ന സമയത്ത് it can actually measure 250 milliampere എന്നാ പറയുന്നത്. വിച്ച് മീൻസ് ആക്ച്വലി 250 milliampere ഇതിലൂടെ പോകുന്ന സമയത്ത് കറക്റ്റ് ഒരു IG ഇതിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് IG ആയിരിക്കും ഇതിൽ മാക്സിമം എടുക്കാൻ പറ്റിയ കറണ്ട്. ഓക്കെ, ഈ ഗാൽവനോമീറ്ററിൽ ഈ കോംപ്ലക്സിനെ കൊണ്ടാണ് നമ്മൾ 250 mA മെഷർ ചെയ്യുന്നത്. 250 milliampere മെഷർ ചെയ്യുന്നത് ഈ കോംപ്ലക്സിനെ വെച്ചിട്ടാണ്. പക്ഷെ ഗാൽവനോമീറ്ററിലൂടെ അപ്പോൾ അത്രയും പോകുന്നുണ്ടാവില്ല. ഗാൽവനോമീറ്ററിൽ അപ്പം പോകുന്ന കറണ്ട് IG ഉണ്ടാവുള്ളൂ. ആ IG എങ്ങനെ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നേരത്തെ എഴുതിയ കറണ്ട് ഡിവിഷൻ റൂളില്ലേ, I1 is equal to ഐയുടെ ഏത് ഫ്രാക്ഷനാണ്, R2 divided by R1 plus R2. സിമിലർലി ഈ ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു R2, ദാറ്റ് ഇസ് 5 divided by Rg plus 5. ഓക്കെ, ഫ്രാക്ഷൻ ആണ് ഓഫ് വാട്ട്, 250 into 10 raised to minus 3. റൈറ്റ്, ഓക്കെ, ഇതാണ് IG വരിക. ഈ IG കറണ്ട് മാത്രമേ എന്തായാലും ഈ ഗാൽവനോമീറ്ററിൽ പോകാൻ പാടുള്ളൂ. ദാറ്റ് ഇസ് ഫോർ ഷുവർ. ഗാൽവനോമീറ്ററിൽ ഉള്ള ആമിലൂടെ ഈ IG കറണ്ട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആൻഡ് വിത്ത് ദ സെയിം ഗാൽവനോമീറ്റർ യു ആർ ആക്ച്വലി adding a load resistor of 1050 ohm along with it. നോക്കൂ, നിങ്ങൾ ആ ഗാൽവനോമീറ്ററിൻ്റെ കൂടെ, RG റെസിസ്റ്റൻസ് ഉള്ള ഗാൽവനോമീറ്ററിൻ്റെ കൂടെ you connect a 1050 ohm along with it, and then you can actually measure, എത്ര മെഷർ ചെയ്യാം, 25 volt മെഷർ ചെയ്യാം എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി you can actually apply 25 volt across this unit എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം അങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിലൂടെ നമുക്ക് IG കാണാൻ പറ്റും. പറഞ്ഞുതരാം. 25 divided by, നമുക്ക് ഇവിടെ 25 volt ആണ് ഇതിന് അക്രോസ് ഉള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി 25 divided by RG plus 1050 ആയിരിക്കുമല്ലോ ഇതിലൂടെ പോകുന്ന കറണ്ട് മാക്സിമം. അത് IG ഈക്വൽ ആവണ്ടേ? 25 വരെ കൊടുക്കാമെങ്കിൽ ഇതിലൂടെ പോകുന്ന കറണ്ട് 25 by RG plus 1050 ആയിരിക്കണം. അത് സേഫ്ലി IG വരെ എത്താൻ പാടുള്ളൂ. ഓക്കെ, that is given here. രണ്ട് ഭാഗത്തും IG ആണ്. You can actually equate it. So basically you have
25 divided by RG plus 1050 is equal to 5 into 250 into 10 raised to minus 3 divided by 5 plus RG. Now let's try to simplify this, okay? This 0.25 ആവും, and that makes it 1 by 4. ഇവിടെയുള്ള ഒരു 5 cancels off with another 5 here, that makes it 5 here. So it becomes, I'll write it here for the time being, 5 divided by RG plus 1050 is equal to, I have ഈ 0.25 നെ 1 by 4 ആയി മാറും. 1 by 4 times, again I have 5 plus RG, 5 plus RG. That actually makes it, where would I write it? Okay, നമുക്ക് നോക്കാം. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പം 20 times 5 plus RG, 20 times 5 plus RG, 20 times 5 plus RG will be equal to RG plus 1050. RG plus 1050, all right? So this multiplies and this becomes, all right, 1 second, this becomes 100 plus 20 RG is equal to RG plus 1050, okay? That makes it 19 RG is equal to 950, yes, 950, yes. So RG would then be 950 divided by 19. You know that 20 times 50 will be 1000. So 19 times, the answer will be 19 times 50 will be 50 less than 1000. That is 50 is the answer. Okay, so RG is 50 is the correct answer to the question. So we have solved quite a lot of questions here. This is the end of the slide. നമ്മൾ ഒരു 10-24 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് റിമെമ്പർ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തതിനുള്ള മെത്തേഡ്സ് നന്നായി ശ്രദ്ധിക്കുക, എന്തൊക്കെ കോൺസെപ്റ്റ്സാണ് ഉപയോഗിച്ചത് മനസ്സിലാക്കുക. സോ എവറി ആൻഡ് വൺ മോർ തിങ്, നിങ്ങളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ക്വസ്റ്റ്യൻസ് ആർ റിയലി ലെങ്തി, ചില ക്വസ്റ്റ്യൻസ് റൈറ്റ് അവേ ആൻസർ കിട്ടുന്നുണ്ട്. ദാറ്റ് ഇസ് എക്സാക്ട്ലി ഹൗ യുവർ എക്സാമിനേഷൻ വിൽ ബി. ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര ലെങ്തി ആയിരിക്കും, ചിലത് ഭയങ്കര ഈസി ആയിരിക്കും. സോ നിങ്ങൾക്ക് ആ ടൈം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. Just go through the easy questions very quickly. Excess kittunna samayam, give it to the harder questions. You'll be able to solve it. If it's too difficult, don't waste your time on that too much. Adutha question like pova ennalladana. So I hope the concepts are clear. If there is any doubt, please reach out. All right. Thank you for listening, all of you. Itrayum late hours aayittu ningal suggestion orupaadu thanks a lot. And please keep studying hard. Thank you.